ഹലോ, ഗുഡ് ഈവനിങ്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അമീർ. മലപ്പുറം ജില്ലയിലെ പുത്തമ്പള്ളിയാണ് സ്വദേശം. ഞാനിവിടെ ദുബായിൽ ഗ്രാഫിക് ഡിസൈനർ, വിഷ്വലൈസർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. വിംബിൾ അക്കാദമിയുടെ കീഴിൽ എല്ലാ തിങ്കളാഴ്ചയും വൈകിട്ട് 7 മുതൽ 8 മണി വരെ നടക്കുന്ന വെബ് സീരീസിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഈ വെബ് സീരീസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ കോഴ്സ് പൂർത്തിയാക്കിയവരാണ് ഈ വെബ് സീരീസിൽ അവതാരകരായിട്ട് വരുന്നത്. സോ തുടർന്നും നിങ്ങളുടെ എല്ലാവരുടെയും പങ്കാളിത്തം ഞങ്ങൾ പ്രതീക്ഷിച്ചുകൊള്ളുന്നു. നമുക്കറിയാം, കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മേഖലയാണ്. നമുക്ക് കമ്മ്യൂണിക്കേഷൻ വെർബലി മാത്രമല്ല, നമുക്ക് പബ്ലിക് സ്പീക്കിംഗ്, ഇമെയിൽ, അതുപോലെ ബിസിനസ് സംബന്ധമായിട്ടും ഫാമിലി ആയിട്ടും എല്ലാത്തിലും കമ്മ്യൂണിക്കേഷൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു മേഖല തന്നെയാണ്. എന്നെ സംബന്ധിച്ച് ഒരു പബ്ലിക് സ്പീക്കർ ആവുക, ഒരു ട്രെയിനർ ആവുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഉണ്ടായിരുന്നത്. പക്ഷെ എനിക്ക് ഒരു സഭാകമ്പം എന്നുള്ളത് കൊണ്ടും എങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ കറക്റ്റായിട്ട് ഫ്ലോ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്തതിന്റെ ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ആ സമയത്താണ് ഞാൻ ഈ കോഴ്സിൽ ജോയിൻ ചെയ്തത്. പക്ഷെ ഈ കോഴ്സിൽ ജോയിൻ ചെയ്തതിന്റെ ബെനിഫിറ്റ് എനിക്ക് ഫൈസൽ സാറിന്റെ മെന്ററിങ് കാരണം എനിക്ക് ഇപ്പൊ നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരുപാട് ട്രെയിനിങ് സെഷൻസും കാര്യങ്ങളൊക്കെ കൊടുക്കാനും കാര്യങ്ങൾക്കൊക്കെ സാധിക്കുന്നുണ്ട്. ഇപ്പോ ഇന്ന് ഈ വെബ് സീരീസിൽ നമുക്ക് അവതാരകരായിട്ട് വന്നിരിക്കുന്നത് ശ്രീ ബാബു PK ആണ്. അദ്ദേഹം ക്യാഷ് ഫ്ലോ മാനേജ്മെന്റിനെ കുറിച്ചിട്ടാണ് ഇന്ന് പ്രസന്റ് ചെയ്യുന്നത്. അദ്ദേഹം ഒരു സർട്ടിഫൈഡ് ഫിനാൻഷ്യൽ കൺസൾട്ടന്റ് അഡ്വൈസർ ആണ്. സാറിന് ഞാൻ ഹർദമായി ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ വിംബിൾ അക്കാദമിയുടെ ഡയറക്ടറും മാസ്റ്റർ ട്രെയിനറുമായ ശ്രീ ഫൈസൽ സാറിനെ 2 വാക്ക് പറയുവാനായി ഞാൻ ക്ഷണിക്കുന്നു. കൂട്ടത്തിൽ ഈ പ്രോഗ്രാമിനെ അറ്റൻഡ് ചെയ്യുന്ന എല്ലാവരെയും ഞാൻ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. താങ്ക് യു സോ മച്ച് അമീർ സാർ. വളരെ നന്നായി തന്നെ ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞു. വളരെയധികം സന്തോഷം. തീർച്ചയായിട്ടും നമ്മുടെ ട്രെയിനേഴ്സ് ടോക്കിന്റെ 4ാമത്തെ സീരീസിലാണ് ഇപ്പോൾ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. കഴിഞ്ഞ 3 സെഷനുകളിൽ വളരെ മനോഹരമായി തന്നെ സെഷനുകൾ നമ്മൾ ഹാൻഡിൽ ചെയ്തു. അതേപോലെ തന്നെ ഇന്ന് നമ്മൾക്ക് വളരെയധികം വേണ്ടപ്പെട്ട, വളരെയധികം പ്രധാനപ്പെട്ട ഒരു ടോക്കാണ് ഇന്ന് നടക്കാനിരിക്കുന്നത്. ക്യാഷ് ഫ്ലോ മാനേജ്മെന്റ്, അതേപോലെ തന്നെ ഷുവർ ഇവന്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ 4ാമത്തെ ബാച്ചിൽ നിന്ന് ബാബു സാറാണ് ഇന്നവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. സോ ഇന്നത്തെ സെഷൻ എല്ലാവരും നന്നായിട്ട് തന്നെ ശ്രവിക്കുക, ആവശ്യമായിട്ടുള്ള പോയിന്റുകൾ നോട്ട് ചെയ്യുക. Q&A സെഷനിൽ ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. താങ്ക് യു എവരിവൺ. സോ ബാബു സാർ. Yes, sir. Yeah. Good evening, sir, and good evening all. എല്ലാവർക്കും നമസ്കാരം. എന്നെ പരിചയപ്പെടുത്തേണ്ടായി. പേര് ബാബു എന്നാണ്. ഞാൻ എറണാകുളം. എന്നാലും 1-2 കാര്യങ്ങൾ കൂട്ടിച്ചേർക്കുകയാണ്. എറണാകുളം ജില്ലയിലെ വൈപ്പിനിലെ നായരമ്പലം എന്ന സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. വൈഫും ഒരു കുട്ടിയും അടങ്ങുന്നതാണ് എൻ്റെ കുടുംബം. വൈഫ് അനിത പ്രൈവറ്റ് എംപ്ലോയി ആണ്. കുട്ടി ശാന്ത P. കുമാരി 9ാം സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. ഞാൻ ലൈഫ് കെയർ ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്ന സ്ഥാപനത്തിന്റെ അഡ്മിനാണ്. പിന്നെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഏത് ഷോറൂമിൽ നിന്ന് ഏത് വാഹനത്തിന്റെയും ഇൻഷുറൻസ് കാര്യങ്ങൾ ഇൻസ്പെക്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതും, കാലഹരണപ്പെട്ട അല്ലെങ്കിൽ ബ്രേക്കായ വാഹനങ്ങൾ ഇൻസ്പെക്ട് ചെയ്ത്, സ്പോട്ട് ഇൻസ്പെക്ട് ചെയ്ത് അതിന്റെ അണ്ടർ റൈറ്റിംഗ് കാര്യങ്ങൾ, ഇൻസ്പെക്ഷൻ കാര്യങ്ങൾ ചെയ്ത് ഇൻഷുറൻസ് പോളിസി സർട്ടിഫിക്കറ്റ് റെഡിയാക്കി കൊടുക്കുക എന്നാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ 2020-21 കാലങ്ങളിൽ ഞാൻ സെഞ്ചുറിയനും, 21-22 കാര്യങ്ങൾ ഹാഫ് സെഞ്ചുറിയനും, 22-23 ഹാഫ് സെഞ്ചുറിയനും അവാർഡുകൾ കരസ്ഥമാക്കാൻ അനുഗ്രഹം ഉണ്ടായിട്ടുണ്ട്, ഈശ്വരാനുഗ്രഹം ഉണ്ടായിട്ടുണ്ട്. കൊച്ചി പ്രീമിയർ ലീഗിന്റെ സൂപ്പർ സ്റ്റാർ പദവിയും അലങ്കരിക്കാൻ സർവശക്തന്റെ യൂണിവേഴ്സിന്റെ അനുഗ്രഹം ഉണ്ടായിട്ടുണ്ട്. എല്ലാവരുടെയും അനുഗ്രഹം കൊണ്ട് അതൊക്കെ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം 2024 ജനുവരിയിലെ സ്റ്റാർ പദവിയും ഡിക്ലെയർ ചെയ്തിരിക്കുന്നു. നമ്മുടെ സബ്ജക്ട് എന്ന് പറഞ്ഞാൽ ഷുവർ ഇവന്റ് മാനേജ്മെന്റ് ആൻഡ് ക്യാഷ് ഫ്ലോ ഫോർ ലോങ് ലൈഫ്. എങ്ങനെ നമുക്കൊരു ക്യാഷ് ഫ്ലോ ഉണ്ടാകാം,
എന്താണ് ഷുഗർ ഇവന്റ് എന്നൊക്കെ ഇവിടെ പറയുണ്ടാവും. ആരോഗ്യം അനാരോഗ്യം എന്നുള്ള സബ്ജക്റ്റും ഇതിൻ്റെ അകത്ത് കടന്നു വരും. അസുഖം പിടിപെടാതെ എങ്ങനെ നമ്മൾക്ക് ജീവിക്കാം, അതുപോലെ ഓവർ എക്സ്പെൻസ്, അതായത് അധിക എക്സ്പെൻസ്, നമ്മൾ എക്സ്പെൻസിനെ കുറിച്ച് ചിന്തിക്കേണ്ട കുറച്ച് വിഷയങ്ങളും സമയപരിധിയിൽ നിന്നുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം എന്നാണ് വിചാരിക്കുന്നത്. എന്താണ് ലൈഫ് സ്റ്റൈൽ ഡിസീസ് കഴിഞ്ഞ ആഴ്ചയിലൂടെ പറയുകയുണ്ടായി. അപ്പൊ അതിനെ കുറച്ച് കാര്യങ്ങൾ സമയപരിധിയിൽ നിന്നുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം എന്നാണ് വിചാരിക്കുന്നത്. ആയതിനെ കുറിച്ച് ശരീരത്തെ കുറിച്ചും ചില കാര്യങ്ങൾ ഉണ്ടാവും. അപ്പൊ എന്തൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് എക്സ്പെൻസിനെ നമ്മൾക്ക് നമ്മളുടെ പരിധിയിൽ നിർത്താം, അതുപോലെ തന്നെ എക്സ്പെൻസിനെ കൺട്രോൾ ചെയ്യാം, എങ്ങനെ കൺട്രോൾ ചെയ്യാം, എത്രയും കാര്യങ്ങളും നമുക്ക് ടച്ച് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പൊ ആ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാം. ജീവിതാവസാനം വരെ എങ്ങനെ ഒരു ക്യാഷ് ഫ്ലോ, ഇൻകം നമുക്ക് സ്റ്റേബിൾ ആയിട്ട് സ്റ്റഡി ആയിട്ട് നിലനിർത്താൻ പറ്റും. ഉള്ള ഇൻകത്തെ നമ്മുടെ എക്സ്പെൻസിനെ തിരിച്ചറിഞ്ഞ്, ഇതെല്ലാ കാര്യങ്ങളും എല്ലാവർക്കും അറിയാവുന്നതാണ്, ഞാനൊരു സൂചന നൽകുന്നു. അതായത് ഒരു തിരിച്ചറിവ്, അറിഞ്ഞിട്ടും നമുക്ക് ശ്രദ്ധിക്കാതെ പോകുന്ന കുറെ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളെ ഒരു തിരിച്ചറിവിലേക്ക് ഒരു ശ്രദ്ധ ക്ഷണിക്കലാണ് ഇവിടെ ചെയ്യുന്നത്. ക്യാഷ് ഫ്ലോ, അതായത് ഷുഗർ ഇവന്റ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു ഡ്രൈവിംഗ് പഠിക്കുന്ന പോലെയാണ്. ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും വിരൽത്തുമ്പിലാണ് കാര്യങ്ങൾ അറിവുള്ളത്, നോളജ് ഉള്ളത്. പക്ഷെ അതിനൊരു എന്താ വേണ്ടത്, ഒരു ലേണർ ടെസ്റ്റും ഒരു പ്രാക്ടിക്കൽ ടെസ്റ്റും ആവശ്യമാണ്. അപ്പൊ വണ്ടിയെ കുറിച്ച് പറയേണ്ടി വരും, റോഡിനെ കുറിച്ച് പറയേണ്ടി വരും, അതിന്റെ കുറച്ച് നിയമവശങ്ങളും കാര്യങ്ങളും അറിഞ്ഞിരിക്കേണ്ടതാണ്. ഏതാണ്ട് അതുപോലെ ഇത്രയും കാര്യങ്ങൾ കണക്ട് ആയിട്ടാണ് കാര്യങ്ങൾ വരുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്ന ശരീരത്തിനെ കുറിച്ച് ആദ്യമേ തന്നെ പറയേണ്ടി വരും. എന്താണ് ശരീരം എന്ന് പറയും. ഇപ്പൊ ഞാൻ എന്നെ കുറിച്ച് ഐഡന്റിഫൈ ചെയ്തു കഴിഞ്ഞു. ഞാൻ അസിസ്റ്റന്റ് കമ്മ്യൂണിക്കേഷൻ എന്ന സ്ഥാപനത്തിന്റെ അഡ്മിൻ ആണെന്ന് പറഞ്ഞു. അതെന്റെ സ്ഥൂലമായ പരിചയപ്പെടുത്തലാണ്. എന്നാൽ നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു സൂക്ഷ്മമായ ഒരു പരിചയപ്പെടുത്തലുണ്ട്. അത് ഇന്നത്തെ അക്കാഡമിക് ലെവലിൽ നിന്നോ പഠന പദ്ധതികളിൽ നിന്നോ സ്കൂളിൽ നിന്നോ കോളേജിൽ നിന്നോ കിട്ടാത്തതും നമ്മളുടെ ഈ വീടുകളിൽ, നാടുകളിൽ, റോഡ് സൈഡ് അല്ലെങ്കിൽ റോട്ടില്, ട്രെയിനില്, ബസ്സില്, ജോലി സ്ഥലങ്ങളിലൊക്കെ പല പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അതിനെക്കുറിച്ചും ഒന്ന് ടച്ച് ചെയ്തൊക്കെ പോകേണ്ടതായിട്ട് വരും. എന്താണ് ഞാൻ, അല്ലെ? ഇപ്പൊ എന്നെ കുറിച്ച് പറഞ്ഞ എന്റെ സ്ഥൂലമായ ഒരു പരിചയപ്പെടുത്തലാണ്. എന്നാൽ ഉപരിയായിട്ടൊരു സൂക്ഷ്മമായ പരിചയപ്പെടുത്തലുണ്ട് അതിൻ്റെ അകത്ത്. അത് നമ്മൾക്ക് എല്ലാവർക്കും കോമൺ ആണ്. ഇപ്പൊ ഞാൻ ഷുഗർ ഇവന്റ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞു, അതല്ലെങ്കിൽ ഞാൻ പറഞ്ഞു ഞാൻ ഓരോ പോസ്റ്റുകൾ നമ്മൾ പറയാറുണ്ട്. ആ പോസ്റ്റുകൾ സ്ഥൂലമായിട്ടുള്ള പോസ്റ്റാണ്, അല്ലെങ്കിൽ നമ്മൾ ആർജിച്ചെടുത്തതാണ്. ഇതിനുപരിയായിട്ട് ഈ ശരീരം എന്ന് പറഞ്ഞാൽ പഞ്ചഭൂത നിർമ്മിതമായിട്ടുള്ള 5 എലമെന്റ്സ് എന്ന് പറയും. ആ എലമെന്റ്സിലൂടെ ഉണ്ടായിട്ടുള്ള അതിന്റെ ഒരു സംഘാത രൂപമാണ് ഈ ശരീരം, ബോഡി എന്ന് പറഞ്ഞാൽ. അതായത് വായു, വെള്ളം, അഗ്നി, ആകാശം, ഭൂമി. ഈ സമ്മേളിതമായിട്ടുള്ള, അതായത് അച്ഛന്റെ ഒരു ബീജം അമ്മയുടെ ഒരു അണ്ടവുമായി സംയോജിച്ചുണ്ടാവുന്ന ആ രൂപത്തെ പെറ്റുപെരുകി ഇന്ന് കാണുന്ന 100 ട്രില്യൺ കോശങ്ങളിലേക്ക് എത്തി നിൽക്കുന്നതാണ് ഹ്യൂമൻ ബോഡി. അതിൽ ഈ 5 എലമെന്റ്സിന്റെ ഇംബാലൻസ് ആണ് രോഗങ്ങളിലേക്ക് നയിക്കുന്നത്. ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് ശ്വസനം, എങ്ങനെയാണ് ഈ ആരോഗ്യം നിലനിർത്തുന്നത്, എങ്ങനെയാണ് നമുക്കൊരു ആരോഗ്യം ഉണ്ടാകുന്നത്, അനാരോഗ്യം ഉണ്ടാകുന്നത് എന്ന പോയിന്റുകളും ഇതിൽ കടന്നു വരും. അതായത് ഇന്നത്തെ കാലത്തെ എല്ലാവർക്കും ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന സ്റ്റൈലോടെ പറഞ്ഞു നടക്കുന്നതാണ് ഇന്നത്തെ കാര്യം. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ലൈഫ് സ്റ്റൈൽ അനാരോഗ്യം ഉണ്ടാകുന്നത്? കാരണം ഇന്നത് വേണ്ടത് എന്ന് പറഞ്ഞാൽ ശരിയായ ഉച്ഛ്വാസവായു. ഒരു ഹ്യൂമൻ ബോഡി മെയിലിൽ രണ്ടായിട്ട് തിരിക്കും. ഒന്ന് മെയിൽ ആൻഡ് ഫീമെയിൽ, ഈ 2 കൺസെപ്റ്റാണുള്ളത്. ഇത് കൂടാതെ അപൂർവം പേര് ഉണ്ടായില്ല എന്ന് വരും, ഉണ്ടാകുന്നതാണ്. അപ്പൊ ഈ മെയിൽ ബോഡിക്ക് 4 കാര്യങ്ങൾ നടക്കണം. ഒന്ന് ഉച്ഛ്വാസവായു, വിയർപ്പ്, മലം, മൂത്രം. സ്ത്രീകൾക്കാണെങ്കിൽ മാസത്തിൽ ഉണ്ടാവുന്ന മാസമുറ കാര്യങ്ങൾ കൃത്യമായി ക്ലോക്കിൽ അലാറം വെച്ചതുപോലെ കറക്റ്റ് ആയിട്ട് നടക്കണം. നമ്മൾക്ക് ശരിയായ രീതിയിൽ ശ്വസനം നടക്കുന്നുണ്ടോ ഇന്നത്തെ കാലത്ത്? ശരിയായ രീതിയിൽ ശ്വസനവും ഉച്ഛ്വാസവായു, വിയർപ്പ്, മലം, മൂത്രം ഇതൊക്കെ കൃത്യമായി നടക്കുന്നുണ്ടെങ്കിൽ ആ ശരീരം രോഗാതുരിതമാകില്ല. വരുന്ന രോഗങ്ങളെ തുടക്കത്തിൽ തന്നെ അത് ഇല്ലാതാക്കാൻ, നിർമ്മാർജ്ജനം ചെയ്യാനുള്ള കഴിവ് നമ്മളുടെ ശരീരത്തിനുണ്ട്. കാരണം ഇന്ന് വൈറ്റ് കോളർ ജോബാണ് എല്ലാവരും ആഗ്രഹിക്കപ്പെടുന്നത്, അതിനുവേണ്ടിയാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് കുറവാണ്. ഇപ്പൊ വീടുകളിലാണെങ്കിൽ തന്നെ മുറ്റം കുറവാണ്. ഇനി ഉള്ള മുറ്റം തന്നെ അടിക്കാൻ വേറൊരാൾക്ക് ജോലി കൊടുക്കും. വീടുകൾ തുടക്കാനും പിടിക്കാനും വേറെ ആളുകളെ ഏൽപ്പിക്കും. അപ്പൊ എന്ന് പറഞ്ഞാൽ നമ്മൾ പൈസ നിർത്തി ആളെ നിർത്തി ചെയ്യിച്ചും നമ്മളുടെ ആരോഗ്യം അവിടെ ഹനിക്കപ്പെടുകയാണ്. ഭക്ഷണ സാധനത്തിൽ നിയന്ത്രണമോ അല്ലെങ്കിൽ വേണ്ടത് എന്ത് വേണ്ടാത്തത് എന്ത് എപ്പോ കഴിക്കണം എങ്ങനെ കഴിക്കണം എന്നുള്ളതിനെ കുറിച്ചും ശരിയായൊരു അവഗാഹമില്ല.
ആരോഗ്യകരമായ നല്ല ഫുഡാണ് എല്ലാവരും കഴിക്കുന്നത്. ആ നല്ല ഫുഡ് ആരോഗ്യപരമാണോ അനാരോഗ്യത്തിലേക്ക് നയിക്കുന്നതാണോ എന്നും ചിന്തിക്കാറില്ല. ഡോക്ടർമാരാരും തന്നെ ഇത് കൃത്യമായി പറഞ്ഞു കൊടുക്കാറില്ല. അതും നമ്മളുടെ അനാരോഗ്യത്തിലേക്ക് കടക്കുന്നു, ഹോസ്പിറ്റലൈസ് ചെയ്യേണ്ടി വരുന്നു, മരുന്നിന് പോകേണ്ടി വരുന്നു, അങ്ങനെ ഒരു ചിലവുകളിലേക്കും വരുന്നു. അതും നമുക്ക് വരുന്ന അല്ലെങ്കിൽ വരുത്തി വെക്കുന്ന ചിലവുകൾക്ക് കാരണമാവും. അപ്പൊ നമ്മൾ അതിലും ശ്രദ്ധിക്കേണ്ടതുണ്ട്. പറഞ്ഞു വരുന്ന ഇത്രയേ ഉള്ളൂ. ശുദ്ധമായ ആഹാരം കഴിക്കണം. എപ്പോൾ കഴിക്കണം, എങ്ങനെ കഴിക്കണം. ഇപ്പൊ ഒരു ഭക്ഷണം കഴിച്ചു, ഒരു 4 മണിക്കൂറെങ്കിലും ഗ്യാപ്പ് കൊടുക്കണം. പിന്നെ നമ്മൾ കഴിക്കുന്ന പാനീയങ്ങൾ കൊക്കോകോള, പെപ്സി, ചായ, അത്തരം സാധനങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യുന്നുണ്ട്. ഇതാരും മനസ്സിലാക്കുന്നില്ല. അപ്പൊ ആ വെള്ളത്തിന്റെ കാര്യം, വെള്ളത്തിന് ശുദ്ധമായ ജലം കഴിക്കുന്നതിന് പകരം പാനീയങ്ങൾ നമ്മുടെ ആരോഗ്യത്തെ ഹാനികരമാക്കുന്ന രീതിയിലുള്ളതാണ് കഴിക്കുന്നത്. അതും നമ്മൾക്ക് അനാരോഗ്യാവസ്ഥ, അതായത് രോഗങ്ങളിലേക്ക് നയിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യുന്നു, പൈസ ചെലവാക്കേണ്ടതായിട്ടും വരുന്നു. അപ്പൊ അതും ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ ആക്ടിവിറ്റീസ്, അതായത് കുറച്ച് നടത്തമോ എക്സസൈസോ പറ്റുമെങ്കിൽ യോഗയോ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നില്ല. എല്ലാവരും, കുട്ടികളാകട്ടെ ജോലി എടുക്കുന്നവരാകട്ടെ, എല്ലാവരും വീട്ടിൽ നിന്ന് ജോലി സ്ഥലം വരെ കഴിയുന്നതും വാഹനങ്ങളെ ആശ്രയിച്ച് പോകേണ്ടി വരുന്നു, അല്ലെങ്കിൽ പോകുന്നു. അതും നമ്മൾക്ക് അസുഖങ്ങളിൽ വരുത്തി വെക്കുന്നു. അങ്ങനെ തിരക്കുപിടിച്ച മനുഷ്യന് ഇന്നൊരു ആക്ടിവിറ്റീസിലൂടെ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ, എക്സസൈസിന് സമയം കണ്ടെത്തുന്നില്ല എന്നുള്ള കാര്യങ്ങൾ, ഇപ്പൊ വീട്ടുജോലി ആകട്ടെ, അല്ലെങ്കിൽ കുറച്ച് ഇപ്പൊ ഒരു ഡെസ്ക്ടോപ്പ് നടക്കുക, അല്ലെങ്കിൽ ഓഫീസിലേക്ക് നടക്കുക. കുട്ടികളെ ആണെങ്കിലും വീട്ടിൽ നിന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, വാഹനങ്ങളിൽ കയറ്റി വിടുന്നു. ആക്ടിവിറ്റീസ് കുറവാണ്. അവര് സ്പോർട്സ്, ഗെയിം അതുപോലെയുള്ള കാര്യങ്ങൾ കുറവാണ്. കഴിയുന്നതും ആൾക്കാര് മൊബൈല്, കമ്പ്യൂട്ടർ അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങളിലേക്ക് ഇൻവോൾവ് ചെയ്യുന്നത് കൊണ്ട് ഫിസിക്കൽ ആക്ടിവിറ്റീസ് കുറയുന്നു. അപ്പൊ അത് കൈക്ക്, അതായത് വിരലിന്, ബ്രെയിന്, കണ്ണിന് മാത്രമാണ് എക്സസൈസ് വരുന്നത്. അതും ഒരു പരിധി വിട്ടുള്ള ആക്ടിവിറ്റീസ് കുറയുന്നതും അനാരോഗ്യ കാര്യങ്ങളിലേക്ക് പോകുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഫുഡിനെ കുറിച്ച് പറഞ്ഞു, ഫുഡ്, പിന്നെ ആക്ടിവിറ്റീസ് കുറവ്, അതുപോലെ തന്നെ നമ്മള് എക്സസൈസ് ചെയ്യാത്തതിന്റെ കാര്യം, പാനീയങ്ങളുടെ അമിത ഉപയോഗം, ഫുഡ്, ബേക്കറി സാധനങ്ങൾ, അതുപോലെ ജങ്ക് ഫുഡുകൾ, സമയക്ലിപ്തത, ഒരു ഭക്ഷണം അടുത്ത ഭക്ഷണവും തമ്മിലുള്ള ഗ്യാപ്പിനെ നമ്മൾ മനസ്സിലാക്കി അത്തരത്തിൽ കഴിക്കാത്തതും അനാരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തീർച്ചയായിട്ടും ഏതാണ്ടൊക്കെ നമുക്ക് ആരോഗ്യപരമായിട്ട് മുന്നോട്ട് പോകാം. ഇത് എക്സ്പെൻസുമായി കണക്ട് ചെയ്തിട്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ സൂചിപ്പിച്ചത്. നമ്മളുടെ സബ്ജക്റ്റ് ഞാൻ മറന്നു പോയിട്ടില്ല. ഷുവർ ഈവന്റ് മാനേജ്മെന്റ്, ക്യാഷ് ഫ്ലോ ഫോർ ലോങ് ലൈഫ്. അപ്പൊ ക്യാഷ് ഫ്ലോ നമുക്ക് ഉണ്ടാകണം എന്നതോടൊപ്പം തന്നെ ഉള്ള ക്യാഷ്, അതായത് നമുക്ക് ഇൻകം വരുന്ന ആ പൈസയെ നമ്മൾക്ക് അനാപത്തിലേക്ക് പോകാതിരിക്കാനുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ പറഞ്ഞു വരുന്നത്. പിന്നെ ലൈഫ് സ്റ്റൈൽ ഡിസീസും നമ്മുടെ ചര്യകൾ തമ്മിലും കണക്റ്റഡ് ആണ്. അപ്പൊ എല്ലാവരും ഇതിനെക്കുറിച്ച് ഒന്ന് ചിന്തിക്കാൻ ശ്രമിക്കുക. മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്ന, എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും മാറ്റാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് മാറ്റങ്ങൾ വരുത്തിയാൽ നമുക്കൊരു നല്ല സ്റ്റൈൽ എടുക്കാൻ പറ്റും. ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസിൽ നിന്ന് നമുക്കൊരു മോചനം ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ അതിലേക്ക് പോകാതെ, അമ്പലങ്ങളിൽ, ഹോസ്പിറ്റലൈസ് ചെയ്യാതെ, ഹോസ്പിറ്റലിലേക്ക് പോകാതെ, അതിന്റെ ദുരിതങ്ങൾ അനുഭവിക്കാതെ നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അത് ആരോഗ്യവും അനാരോഗ്യത്തെ കുറിച്ച് പറഞ്ഞു. ഇനി പറയേണ്ടത്, നമ്മളാണ് ശരീരം എന്ന് പറഞ്ഞ് നടക്കുന്നത്. ഇപ്പൊ ഞാൻ ബാബു എന്ന് പറഞ്ഞു, പക്ഷെ എന്റെ കൈ, എന്റെ കണ്ണ്, എന്റെ കൈകാലുകൾ എന്നാ പറയുന്നത്. അപ്പൊ അതിന്റെ ഉത്തരവാദിത്തം ആരെടുക്കണം? അതിന്റെ ഉത്തരവാദിത്തം ബാബു എടുക്കണം, അല്ലെ? ബാബു എന്ന് പറഞ്ഞാൽ ഈ കയറിപ്പറ്റിയ ശരീരത്തിലേക്ക് കയറിപ്പറ്റിയതും ശരീരത്തിൽ നിന്ന് പോകുന്നതായിട്ടുള്ള സംഭവമാണ്. അപ്പൊ ഈ ബോഡിയുടെ റെസ്പോൺസിബിലിറ്റി നമ്മൾ ഓരോരുത്തരും എടുക്കണം. അതിനെടുക്കേണ്ടത് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് അനാരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലാതെ ആരോഗ്യകരമായിട്ട് നമുക്ക് ജീവിക്കാനും അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോകാനും സാധിക്കും. ഇതാണ് ഏകദേശം ഒരു രൂപരേഖ. ഇനി വേണ്ടത് നമ്മൾക്ക് എങ്ങനെ നമ്മൾക്ക് പൈസ ഉണ്ടാക്കാം എന്നാണ് ജീവിതാവസാനം വരെ. ഇപ്പൊ കുട്ടികളാണെങ്കിൽ തന്നെ ഇന്ന് LKG, UKG തുടങ്ങി ഡൊണേഷൻ, ഫീസുകൾ, ഡ്രസ്സ്, അതല്ലെങ്കിൽ അവരുടെ ട്രാവലിംഗ് എക്സ്പെൻസ്, ബുക്കിന്റെ സ്റ്റഡി മെറ്റീരിയൽസിനൊക്കെ നല്ലൊരു എക്സ്പെൻസ് വരുന്നുണ്ട്. അപ്പൊ അവർക്ക് ആ പഠന സമയത്ത് തന്നെ നമുക്കൊരു പൈസ എങ്ങനെ ലിമിറ്റ് ചെയ്യാം, ചെലവുകളെ ലിമിറ്റ് ചെയ്യാം. അതോടൊപ്പം അതല്ലെങ്കിൽ മറ്റു രീതിയിൽ നമുക്ക് അവരുടെ ആ പഠനം, ഇതൊക്കെ പൈസ കണ്ടെത്തി വെച്ചാലും ഇല്ലെങ്കിലും കാലാകാലങ്ങളിൽ പഠിക്കേണ്ടതായിട്ടൊക്കെ വരും. പഠിപ്പിച്ചേ പറ്റൂ.
പാരന്റ്സിന് ജോലിയോ വരുമാനമോ ഇല്ലാതിരിക്കുന്ന സന്ദർഭത്തിലും നമ്മളത് കണ്ടെത്തേണ്ടതായിട്ടും പഠിപ്പിക്കേണ്ടതായിട്ടും വരും. ഇനി ഇല്ലാത്തവരാണെങ്കിൽ ഇല്ലാത്ത രീതിയിൽ പഠിപ്പിക്കേണ്ടതായിട്ട് വരും. ഇനി ഉള്ളവരാണെങ്കിലും കടമെത്തി നമ്മൾക്ക് ജോലി നഷ്ടപ്പെടുക, വരുമാനം നഷ്ടപ്പെടുക, വിചാരിച്ച രീതിയിൽ നമ്മുടെ ജോലിക്കോ അല്ലെങ്കിൽ വരുമാനത്തിനോ എന്തെങ്കിലും തടസ്സങ്ങൾ നേരിടുമ്പോൾ, അല്ലെങ്കിൽ അതിനെന്തെങ്കിലും തകരാറുകൾ സംഭവിക്കുമ്പോൾ, ജോലി കുറയുക, നഷ്ടപ്പെടുക, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടിട്ട് മറ്റൊരു ജോലിയിലേക്ക് എത്തുന്നതിലുള്ള ഗ്യാപ്പിൽ നമ്മൾക്കൊരു ഫിനാൻഷ്യൽ ക്രൈസിസ് സംഭവിക്കുന്ന സമയത്തും നമ്മൾക്കൊരു ബാധ്യതയിലേക്ക് പോകുന്നു. അപ്പൊ ഒരു പെനാൽറ്റി, ഒരു കടബാധ്യതയുള്ള പാരന്റ് ആയിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ നമുക്ക് എന്താണെന്നുള്ളത് ഇവിടെ ചർച്ച ചെയ്യപ്പെടും. അപ്പൊ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും ഒരു ഇൻകം നമുക്ക് സ്റ്റാർട്ട് ചെയ്യപ്പെടുന്നു, ആ സമയത്ത് തന്നെ നമ്മൾ നമ്മളെ കുറിച്ച് റെസ്പോൺസ് എടുക്കാം. നമ്മളുടെ ജീവിതം തുടങ്ങി അവസാനിക്കുന്നവരെ നമ്മളോട് കൂടെ ഉണ്ടാകുന്ന നമ്മളുടെ ഈ ബോഡിയാണ്. അല്ലെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഒരിക്കലും പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഭാര്യ, ഭർത്താവ്, കുട്ടികൾ, അച്ഛൻ, അമ്മ, അവർക്കൊരു നമ്മൾ സാന്ത്വനിപ്പിക്കുക, അല്ലെങ്കിൽ നമ്മൾക്ക് കാര്യങ്ങൾ സഹായം ചെയ്യുക എന്നുള്ളത് ഒരു പരിധിവരെ പറ്റുള്ളൂ. അതിനേക്കാൾ ഉപരി നമ്മൾ ഈ ശരീരത്തിൽ ഇരുന്നുകൊണ്ട്, ഈ ശരീരം നമ്മളുടേതാണ്, നമ്മളാണെന്ന് പറഞ്ഞു കിടക്കുന്ന നമ്മളുടെ ശരീരത്തിന്റെ റെസ്പോൺസിബിലിറ്റി നമ്മൾ എടുക്കുക. അതിന് അസുഖങ്ങൾ വരാതിരിക്കുക നോക്കേണ്ടതിന്റെയും ഉത്തരവാദിത്വം നമ്മൾ എടുക്കുക. അതൊരു ഡോക്ടറോ അല്ലെങ്കിൽ ഹോസ്പിറ്റലോ മെഡിക്കൽ ഷോപ്പോ അല്ല. അതിനെ നമ്മൾക്ക് അസുഖത്തെ ക്യൂർ ചെയ്യാൻ ഒരു സഹായം നൽകുന്ന ചില പദ്ധതികളാണ് ഈ മെഡിസിൻ, അതുപോലെയുള്ള കാര്യങ്ങൾ. ഹോസ്പിറ്റലിനെ ഞാൻ നിഷിക്കുകയോ നിഷേധിക്കുകയോ അല്ലെങ്കിൽ വേണ്ടെന്ന് പറയുമല്ല. ഒരു ആക്സിഡന്റ് പറ്റുമ്പോൾ നമ്മൾ ഈ തത്വം പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. നേരെ ഹോസ്പിറ്റലിൽ പോകണം, എക്സ്റേ എടുക്കേണ്ടടുത്ത് എക്സ്റേ എടുക്കണം, ബാൻഡേഡ്, അതുപോലെ മറ്റു കാര്യങ്ങൾ, സർജറി, അത്രയും കാര്യങ്ങളിലേക്ക് പോകണം. അല്ലാതെ വരുത്തി വെക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്, ലൈഫ് സ്റ്റൈൽ ഡിസീസ്. അത്തരം ഡിസീസിനെ കുറിച്ച് അവയർനെസ് ഇല്ലാഞ്ഞിട്ടല്ല, അറിഞ്ഞാലും നമ്മളുടെ സമയക്കുറവും തിരക്കുകളും കൊണ്ട് നമ്മളത് ശ്രദ്ധിക്കാതെ പോകുന്നത് കൊണ്ട് നമ്മൾക്ക് ഇന്ന് ഒരുപാട് അസുഖങ്ങളുണ്ട്. ഇന്ന് നമ്മളെല്ലാവരും മിക്കവാറും പേര് എഡ്യൂക്കേറ്റഡ് ആണ്. എല്ലാവർക്കും അസുഖം എന്താണെന്ന് അറിയാം, അസുഖം വന്നാൽ എന്താണ് ചെയ്യണമെന്ന് നമുക്ക് അറിയാം. എങ്കിലും പലരും അത് അറിയാതിരിക്കും. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാം കേട്ടോ. ഒരു വയറുവേദന വന്നു, അല്ലെങ്കിൽ ഒരു മോഷൻ വന്നു, ഉടൻ തന്നെ ഹോസ്പിറ്റലിൽ പോകേണ്ട കാര്യം ശരിക്കും പറഞ്ഞാൽ ഇല്ല. കാരണം എന്താണ് അവിടെ സംഭവിക്കുന്നത്? അതായത് ഈ ബോഡിക്ക് ഒരു സംഭവമുണ്ട്. അതായത് ഞാൻ പ്രകൃതിയുടെ സിദ്ധാന്തവുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് പറയുന്നത്. അത് ഒറിജിനൽ ആണ്, അതിന് റിയാലിറ്റി ആണ്. ഞാൻ ഒരുപാട് കാര്യങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ്, ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യം. അപ്പൊ എന്ന് പറയാൻ നമ്മൾ കൊടുക്കുന്ന ഭക്ഷണത്തെ ദഹിപ്പിക്കുക എന്നുള്ള ഒരു പ്രോസസ്സിംഗ് ഉണ്ട്. ആ പ്രോസസ്സിങ്ങിൽ മാക്സിമം നമ്മളുടെ ബോഡി നമ്മളോട് എന്താ സപ്പോർട്ട് ചെയ്യും. ഒരു കാരണവശാലും നമുക്കത് പറ്റുന്നില്ല എങ്കിൽ ഒന്നില്ലെങ്കിൽ ഒമിറ്റ് ചെയ്ത് കളയണം. അല്ലെങ്കിൽ പകുതി ദഹിച്ച സാധനമാണെങ്കിൽ തീരെ ബോഡി അക്സെപ്റ്റ് ചെയ്യുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും അത് പുറത്തേക്ക് കളയേണ്ടി വരും. അതൊന്നില്ലെങ്കിൽ നമ്മൾക്ക് അത് പോയിസൺ, അല്ലെങ്കിൽ ബോഡിയിലേക്ക് അക്സെപ്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഡൈജഷൻ പ്രോസസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു തീരുമാനം ഒരു എന്താ പറയണ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിൽ ബോഡിക്ക് അത്, അതായത് ബോഡിക്ക് ഡൈജഷൻ പ്രോസസ്സിങ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതിരിക്കുകയോ അതല്ലെങ്കിൽ അത് ഒമിറ്റ് ചെയ്യാനും പറ്റാത്തൊരു സാഹചര്യം, ഒമിറ്റ് ചെയ്യാൻ, അതായത് ഡൈജഷൻ പ്രോസസ്സിങ് കംപ്ലീറ്റ് ചെയ്യാൻ നടത്താൻ പറ്റില്ലെങ്കിൽ ഒന്നിലേക്ക് ഒമിറ്റ് ചെയ്യും, അല്ലെങ്കിൽ പുറത്തേക്ക് കളയും. ഇത് രണ്ടും ചെയ്തേ പറ്റൂ. ആ ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ നേരെ പോയിട്ട് പോയി ഹോസ്പിറ്റലിൽ ചെയ്യുന്ന അതിനെ ബ്രേക്ക് ചെയ്യും. അത് മറ്റു കാര്യങ്ങൾക്ക്, രോഗങ്ങളിലേക്ക് നയിക്കും. അപ്പൊ അത്തരത്തിൽ പല പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട്. ഇപ്പൊ കുട്ടികളാണെങ്കിൽ തന്നെ പെട്ടെന്നൊന്ന് കരഞ്ഞു, കുട്ടികൾ കരഞ്ഞ ഉടനെ തന്നെ എടുത്ത് ഹോസ്പിറ്റലിൽ പോകേണ്ടതില്ല. നമ്മൾക്ക് കുട്ടികൾക്ക് പറയാൻ പറ്റാത്ത കുട്ടികളെ സംബന്ധിച്ച് അത് ചിലപ്പോൾ വല്ല കൊതുക് കടിച്ചതാകാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രാണികൾ കടിച്ചതാകാം, അല്ലെങ്കിൽ ഇത് വിശന്നിട്ട് കരയോ. അങ്ങനെ പല പല ആവശ്യങ്ങൾ കരച്ചിലൂടെയാണ് കുട്ടികൾ അവതരിപ്പിക്കുന്നത്. അത് അനലൈസ് ചെയ്യാതെ ഓടി ഡോക്ടറെ എന്ന് വെച്ചിട്ട് അസുഖം വന്നാൽ, മറ്റു ലക്ഷണങ്ങൾ കാണിച്ചാൽ ഉടൻ തന്നെ ഹോസ്പിറ്റലിൽ പോകണമെന്ന് അല്ലെ പോകണം എന്നല്ല, അതിനൊന്ന് നമ്മൾ നിരീക്ഷിക്കണം. എന്തുകൊണ്ട് കുട്ടി അത് കരയുന്നു, കുട്ടികളാകട്ടെ വലിയവരാകട്ടെ. അപ്പൊ അനാപത്ത് ചെലവുകൾ നമ്മൾ വരുത്തി വെക്കാതിരിക്കുക. ഇപ്പൊ പിന്നെ ഒരു കാര്യം പറയാനാണെങ്കിൽ നമ്മുടെ ഫുഡ് കൺട്രോളിങ്, എക്സ്പെൻസിനെ കൺട്രോൾ ചെയ്യുന്നതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഇത്രയും കാര്യങ്ങൾ ടച്ച് ചെയ്ത് പോകുന്നത്. ഇപ്പൊ നമ്മൾ രാവിലെ ഫുഡ് കഴിച്ചാൽ തീർച്ചയായിട്ടും ഒരു 4 മണിക്കൂർ ഗ്യാപ്പ് കൊടുക്കും. നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ? അടുത്ത ഫുഡ് കഴിക്കുന്നത് ചിലപ്പോൾ ഒരു 8 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 8 മണിക്ക് ഭക്ഷണം കഴിച്ചാൽ 9 മണിക്ക് 9:30 ഓഫീസിലെത്തി 10-11 മണിക്ക് അവിടെ ഒരു ഭക്ഷണം കഴിക്കുന്നു.
ആ ഭക്ഷണം കഴിക്കുന്നവർ വറുത്ത മുറിച്ച സാധനങ്ങളാണെങ്കിൽ കലോറി കൂടിയതാണ്, അതിൽ ഓയിലുകൾ ഉണ്ടാവും. അത് നമ്മളുടെ ഡൈജഷൻ പ്രോസസ്സിങ്ങിനെ ഇൻകംപ്ലീറ്റ് ആക്കുന്നു, അത് കറക്റ്റ് ആക്കുന്നില്ല, അത് രോഗങ്ങളിലേക്ക് നയിക്കും. നിരന്തരം ആ തെറ്റായ ഒരു പ്രോസസ്സിങ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്, ഹാബിറ്റ് ചെയ്യുന്നെങ്കിൽ തീർച്ചയായിട്ടും ആ ബോഡി രോഗായുധമായി തീരും. ബോഡിക്ക് അഫോർഡ് ചെയ്യുന്നതിന് ഒരു ലിമിറ്റും ലിമിറ്റേഷൻസും ഉണ്ട്. ആ ലിമിറ്റേഷൻസിന് അപ്പുറത്തേക്ക് നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ, ഇതുപോലെയുള്ള പീഡനം നമ്മൾ കൊടുക്കുമ്പോൾ ബോഡി ആദ്യം തന്നെ വാണിംഗ് തരും. പെയിൻ ആയിട്ട്, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളായിട്ട്, വേദനകളായിട്ട്, പലയിടത്തും പല രീതിയിൽ പല ഓർഗൻസും, അതായത് നമ്മുടെ പല എല്ലാ ഓർഗൻസുകളുടെയും കൂടി ഒരു കമ്മ്യൂണിറ്റി, ഒരു കോപ്പറേറ്റ് ചെയ്തെങ്കിൽ മാത്രമാണ് നമ്മുടെ ബോഡി നല്ല രീതിയിൽ വർക്കായി പോണത്. ഒരു തലവേദന തോന്നിക്കും, വയറുവേദന തോന്നിക്കും, ക്ഷീണം തോന്നിക്കും. അപ്പൊ ഈ വക കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാതെ നമ്മൾ വീണ്ടും 11 മണിക്ക് കഴിച്ചാൽ 1 മണിക്കും 2 മണിക്കും കഴിക്കും, അപ്പോഴും 3 മണിക്കൂർ ആവുന്നുള്ളു. ഇത് കഴിഞ്ഞിട്ട് ഒരു 4 മണിക്ക് വീണ്ടും ചായ കുടിക്കാൻ ശ്രമിക്കും. അപ്പോഴും എത്രയായി? 1 മണിക്ക് അല്ലെങ്കിൽ 2 മണിക്ക് ഭക്ഷണം കഴിച്ചാൽ 6 മണിക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് ഭക്ഷണം കൊടുക്കാനും കൊടുത്ത ഭക്ഷണം ആക്സെപ്റ്റ് ചെയ്യാനും ഡൈജഷൻ പ്രോസസ്സിങ് ചെയ്യാനും സാധിക്കുന്നുള്ളൂ. അപ്പോഴും എത്രയായി? അപ്പോഴും ചിലപ്പോൾ വടയാകാം, അല്ലെങ്കിൽ വല്ല പഴംപൊരി ആകാം, വറുത്ത സാധനങ്ങളാകാം, ചായയാകാം. ചായ എന്നുള്ള ഒരു പാനീയം ശരിക്കും വേണ്ടതാണോ ഞാനിപ്പോ ഒരു ഫുഡിനെ തികച്ചും അവഹേളിക്കുന്ന ഒരു കാര്യത്തിലേക്ക് കടക്കുന്നതല്ല. എങ്ങനെ നമ്മുടെ ബോഡിയിൽ അസുഖങ്ങൾ വരുന്നു എന്നതിന് ഒന്ന് ചിത്രീകരിക്കാൻ വേണ്ടി എടുത്ത് ഏതാനും ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു എന്ന് മാത്രം. ഞാൻ ചായയോ അല്ലെങ്കിൽ നോൺ വെജോ അങ്ങനെയുള്ള കാര്യങ്ങളെ തികച്ചും അവഹേളിക്കുകയോ വേണ്ടെന്ന് വെക്കുകയോ ചെയ്യുന്നതല്ല. ശരിക്കും മനുഷ്യ ബോഡിക്ക് വേണ്ടത് എന്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. വെജിറ്റേറിയൻ ഫുഡാണ് വേണ്ടത്. മറ്റു കാര്യങ്ങൾ ആവശ്യത്തിന് വേണമെങ്കിൽ നമ്മുടെ മനസ്സിന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടാകാം. പക്ഷെ അത് ചില ലിമിറ്റും ലിമിറ്റേഷനും വെച്ചിട്ട് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക. വറുത്ത് മുരിച്ചത്, അതായത് കൂടുതൽ നേരം ഉപയോഗിക്കാതെ ക്വാണ്ടിറ്റി കുറക്കുക, ക്വാളിറ്റി നമ്പേഴ്സ് കുറക്കുക, ഡെയിലി ആകാതിരിക്കുക, അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. അങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും രോഗാതുരതമല്ലാത്തൊരു ശരീരത്തെ നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റും. ആശുപത്രികൾ കയറി ഇറങ്ങൽ കുറയാൻ പറ്റും. ഒരു ആക്സിഡന്റോ മറ്റു കാര്യങ്ങളോ ഒക്കെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പോകേണ്ടി വരും. അല്ലാതെ വന്നുപെടുന്ന അസുഖങ്ങളല്ല, വരുത്തി വെക്കുന്ന അസുഖങ്ങളെ നമുക്കില്ലാതെ അതിലേക്കുള്ള എക്സ്പെൻസ് കുറച്ചുകൊണ്ട് മറ്റുള്ളവരെ കാണാൻ വേണ്ടി മാത്രം ഹോസ്പിറ്റലിൽ പോയാൽ മതിയോ? ഫുഡ് ഹാബിറ്റ്, സ്റ്റൈലുകൾ, അതുപോലെ ദിനചര്യ, ഋതുചര്യ എന്നൊക്കെ പറയും. കാരണം ഒരു ദിവസത്തിൽ നമ്മൾ ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട്. കഴിയുമെങ്കിൽ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് എണീക്കാൻ ശ്രമിക്കുക. കുറച്ച് ഫിസിക്കൽ ആക്ടിവിറ്റീസ് വീട്ടിൽ ചെയ്യാനില്ലെങ്കിൽ നമ്മൾ ശ്രമപൂർവ്വം ചെയ്യാൻ ശ്രമിക്കുക. അതോടൊപ്പം ശുദ്ധമായ വെള്ളം കുടിക്കാൻ ശ്രമിക്കുക. നമ്മൾ പലപ്പോഴും കോള, ഡ്രിങ്ക്സുകൾ, പെപ്സി, ചായ അതുപോലെയുള്ള പാനീയങ്ങളുടെ ഉപയോഗം ഇല്ലാതെ വെക്കണം എന്ന് ഞാൻ പൂർണ്ണമായിട്ട് പറയുന്നില്ല. അങ്ങനെയാണ് പറയേണ്ടതെങ്കിൽ പോലും അത് കുറക്കുക. പിന്നെ ഒരു മനസ്സിന് അത് കഴിച്ചേ പറ്റൂ, കുടിച്ചേ പറ്റൂ എന്ന് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് യുക്തം പോലെ ചെയ്യാനേ പറയാൻ പറ്റുള്ളൂ. അത്തരത്തിൽ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾ അനാരോഗ്യാവസ്ഥയിലേക്ക് പോകില്ല, ആരോഗ്യാവസ്ഥയിലേക്ക് നമുക്ക് പോകാൻ പറ്റും. ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യുക. ഓരോ ഫുഡും തമ്മിൽ ഒരു 4 മണിക്കൂർ ഗ്യാപ്പ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. ആവശ്യത്തിന് വെള്ളം കുടിക്കാൻ ശ്രമിക്കുക. അത് കഴിഞ്ഞ ക്ലാസ്സിൽ ഇവിടെ സൂചിപ്പിക്കേണ്ടായി. ഒരു 20-25 കിലോ ഡിവൈഡഡ് ബൈ നമ്മുടെ ടോട്ടൽ വെയിറ്റ്, അതായത് ഒരു 2-3 ലിറ്റർ ആവശ്യത്തിന് കുടിക്കുക. ബോഡി എന്താണോ ആവശ്യപ്പെടുന്നത് അത് കണ്ടുപിടിക്കാൻ ഒരു ടിപ്പ് പറഞ്ഞുതരാം. നമ്മൾ മൂത്രം പോകുമ്പോൾ ശ്രദ്ധിക്കുക. അത് പ്യുവർ വൈറ്റ് ആണെങ്കിൽ നമ്മളുടെ എന്താ പറയുന്നത്, കിഡ്നിയുടെ ഫങ്ഷൻ ഓക്കെ ആണ്. ഇമ്പ്യൂരിറ്റീസ് മൂത്രത്തിലൂടെ ഇവിടെ 4 ഇമ്പ്യൂരിറ്റീസിനെ കുറിച്ച് ഇവിടെ പറയുകയുണ്ടായി, സൂചിപ്പിക്കേണ്ടായി. അതെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു കാണും. മൂത്രം കൃത്യമായി പോകണം. വിയർക്കുക എന്ന് പറഞ്ഞാൽ ടെൻഷൻ അടിച്ച് വിയർക്കലല്ല. നമ്മള് ചൂടുള്ള, അതായത് ഉച്ചനേരത്ത് അറ്റ്മോസ്ഫിയറിന്റെ വിയർക്കലല്ല ഉദ്ദേശിച്ചത്. നമ്മുടെ ബോഡി ആക്ട് ചെയ്തിട്ട് വിയർക്കണം. എന്നാലേ ഓർഗൻസ് ഫങ്ഷൻ ആയിട്ടുള്ള വിയർപ്പാകുള്ളൂ. അതിലൂടെ ഇമ്പ്യൂരിറ്റീസ് പുറത്തു പോകണം. അത് ദിവസത്തിൽ ഒരു നേരമെങ്കിലും അറിഞ്ഞുകൊണ്ട് ബോധപൂർവം ചെയ്യണം. പട്ടി ഓടിച്ചിടുമ്പോൾ നമ്മൾ ഓടി വേർക്കുന്നതല്ല. അല്ലെങ്കിൽ നമ്മളൊരു വാഹനം പിടിക്കാൻ വേണ്ടിയിട്ട് ഓടുന്നു, അല്ലെങ്കിൽ ടെൻഷൻ പിടിച്ചിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്ത് അങ്ങനെയുള്ള വേർക്കലല്ല ഉദ്ദേശിച്ചത്. ഇത് സ്വാഭാവികമായ വേർക്കല്. നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മളെ ബോഡി ആക്റ്റീവ് ചെയ്തിട്ട് വേർക്കണം. അങ്ങനെ വേർത്താൽ അത് ആരോഗ്യപരമായിട്ടുള്ള ഒരു വേർക്കലാണ്. ഇമ്പ്യൂരിറ്റീസിനെ വേർപ്പിലൂടെ കളയാൻ നമ്മളെ സഹായിക്കും. അത് രോഗങ്ങൾ വരുത്താതിരിക്കാൻ നമ്മളെ സഹായിക്കും. ഇപ്പൊ പറഞ്ഞു, ഭക്ഷണത്തെ കുറിച്ച് പറഞ്ഞു, വെള്ളം കുടിക്കേണ്ടതിനെ കുറിച്ച് പറഞ്ഞു,
ആക്ടിവിറ്റീസ് ചെയ്യേണ്ടതിനെ കുറിച്ചുണ്ട്. പിന്നെ പറയുന്നത് ഗുഡ് സ്ലീപ്പ്, നല്ലൊരു സ്ലീപ്പ് ചെയ്യണം. ഒരു 6 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 5 മണിക്കൂർ, 7 മണിക്കൂർ, 8 മണിക്കൂറൊക്കെ പറയണ്ടേ. ഇന്നത്തെ ആധുനിക മനുഷ്യന് അത് പറയുന്നവർക്കും ചെയ്യാൻ പറ്റുമോ അറിയില്ല. കാരണം ഞാനിത് പറയണമെങ്കിൽ ഞാനിത് ചെയ്യണവനായിരിക്കണം, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റാറില്ല. എന്നാലും ഒരു 6-5 മണിക്കൂർ നമ്മൾ ഡീപ്പ് സ്ലീപ്പ് ചെയ്യണം. കിടക്കുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും നമ്മൾക്ക് ഈ ആക്ടിവിറ്റീസ്, അതായത് നെറ്റ് വർക്ക് ശൃംഖലകളൊക്കെ ഒന്ന് മാറ്റി വെച്ച് മെഡിറ്റേഷനോ പ്രാർത്ഥനയോ അവനവന്റെ റിലീജിയനോ എന്താണോ പറ്റിയ രീതിയിൽ, അല്ലെങ്കിൽ വെറുതെങ്കിലും ഒന്ന് കാം ആൻഡ് ക്വയറ്റായിട്ട് ഇരുന്നിട്ട് ഉറങ്ങാൻ ശ്രമിക്കണം. ഇതൊക്കെ നമ്മളുടെ ആരോഗ്യപരമായ രംഗത്തിലേക്ക്, അതായത് അസുഖം വരുത്തി വെക്കുന്ന എക്സ്പെൻസ് കുറക്കും. നമ്മുടെ ഷുഗർ ഈവൻ മാനേജ്മെന്റ്, അതാണ് നമ്മുടെ സബ്ജക്റ്റ്, മറന്നുപോയിട്ടില്ല. അപ്പൊ അതിലേക്ക് കണക്ട് ചെയ്യുന്ന കാര്യങ്ങളെ സൂചിപ്പിച്ചാണ് ഈ വരുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക, ലൈഫ് സ്റ്റൈൽ റെഡിയാക്കുക, ദിനചര്യകൾ ശ്രദ്ധിക്കുക. ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ചാൽ നമ്മൾ നല്ലൊരു ബോഡി, നമ്മളൊരു ശരീരം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതിലൂടെ അനാരോഗ്യ അവസ്ഥയെ മാറ്റി ആരോഗ്യാവസ്ഥയിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പൊ നമ്മൾ ആശുപത്രിയിൽ പോകുന്ന ചെലവ് കുറക്കാൻ പറ്റും. വലിയവരെയും കാണാൻ വേണ്ടി പോയാൽ മതി. പിന്നെ ആക്സിഡന്റ്, മറ്റു കാര്യങ്ങൾ, അതുപോലെ തന്നെ ഒരു പനിയുടെ ലക്ഷണം കാണിച്ചു ഉടനെ പോയി പാരസെറ്റമോൾ, നമ്മൾ എന്താണോ കഴിഞ്ഞ പ്രാവശ്യം ഡോക്ടർ കാണിച്ച പ്രിസ്ക്രിപ്ഷൻ അത് ഇപ്പൊ ഫോളോ ചെയ്യുക, ഡോളോ കഴിക്കുക, പാരസെറ്റമോൾ കഴിക്കുക. ആ ഒരു ഹാബിറ്റ് വളരെ മോശമാണ്. പനി എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, നമ്മുടെ ടോക്സിനെ കത്തിച്ചു കളയലാണ് ഒരു കാര്യം. രണ്ടാമത് മറ്റെന്തെങ്കിലും അസുഖങ്ങൾ വരാൻ പോണെന്നുള്ള സൂചന കാണിക്കലാകാം. മെയിൻലി നമ്മുടെ ടോക്സിൻസിനെ കത്തിച്ചു കളയാൻ നമ്മൾ അനുവദിക്കണോ വേണ്ടയോ? ഇത് ബോഡി നമ്മളുടേതാണ്. അമ്മ പ്രസവിച്ച് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളാണ് നമ്മളുടെ ബോഡിക്ക് ഉത്തരവാദിത്തം. 1 വയസ്സ് 2 വയസ്സ് കഴിഞ്ഞ് പ്രായപൂർത്തിയായി സെൽഫ് സ്റ്റാൻഡിൽ നിൽക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മളുടെ ബോഡിയുടെ ഉത്തരവാദിത്തം. നമ്മൾ മരിക്കുന്നവരെ നമ്മളെ കൊണ്ടുനടക്കുന്ന നമ്മളുടെ വാഹനം, ഉപകരണം, എക്യുപ്മെന്റ് എന്നൊക്കെ പറയാം, അതിന്റെ ഉത്തരവാദിത്തം നമ്മൾക്കാണ്. അപ്പോൾ നമ്മളുടെ ഈ ബോഡിയിൽ നിന്ന് നമ്മുടെ ഈ ആത്മാവ്, എനർജി പുറത്ത് പോകുന്നത് വരെ നമ്മളെ കീപ്പ് ചെയ്യേണ്ട, നമ്മളെ സംരക്ഷിക്കേണ്ട, കൂട്ട് നിൽക്കേണ്ട, ഒരുമിച്ച് നിൽക്കേണ്ട ഈ ബോഡിയുടെ ഉത്തരവാദിത്വം നമ്മളെ ഏൽക്കണം. അതിനുവേണ്ടി ശുദ്ധമായ വെള്ളം കുടിക്കണം, ആവശ്യത്തിന് വെള്ളം കുടിക്കണം, ഫുഡില് ശ്രദ്ധിക്കണം. ഫുഡ് ഒരു 3 പ്രാവശ്യം മതി. 4മതൊരു ഫുഡ് കഴിക്കണമെങ്കിൽ അത് വേണോ വേണ്ടെന്ന് ശരീരം ആവശ്യപ്പെടും. ഇടക്കുള്ള ഗ്യാപ്പിലുള്ള ഈ 4 മണിക്കൂറുകൾ കഴിക്കുന്ന ഫുഡ് തീർച്ചയായിട്ടും ലൈറ്റ് ആയിരിക്കണം. അത് ജ്യൂസുകളാകാം. എന്ന് വെച്ച് വല്ലൊരു ഫംഗ്ഷനിൽ നിർബന്ധിതമായിട്ട് പോകേണ്ടിയും കഴിക്കേണ്ടിയും വന്നാൽ ഈ സിദ്ധാന്തമൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് യുക്തി പ്രയോഗിക്കാം. സ്ഥിരമായിട്ട് കഴിക്കുന്നെങ്കിൽ തീർച്ചയായും ശരീരത്തിനോട് ചെയ്യുന്ന ഒരു പീഡനയാണ്. അത് അസുഖത്തിലേക്ക് എളുപ്പം നമ്മൾക്ക് നയിക്കും. രാത്രി കട്ടിയാഹാരം കുറക്കണം, നോൺ വെജ് കാര്യങ്ങൾ, നമ്പേഴ്സ് കുറക്കണം. രാത്രി എന്നല്ല, നമ്പർ ഓഫ് എത്ര ഒരാഴ്ചയിൽ പരമാവധി. കാരണം മനുഷ്യ ബോഡി എന്നുള്ളത്, ഞാനിത് ഇവിടെ തുറന്നടിച്ച് പറയുമ്പോൾ എല്ലാവർക്കും എന്നോട് ഇഷ്ടക്കേടുണ്ടാവും എന്ന് എനിക്കറിയില്ല. എന്നാലും ഞാൻ പറയുകയാണ്, ഹ്യൂമൻ ബോഡി, മനുഷ്യ ശരീരം വെജിറ്റേറിയൻ സ്റ്റൈലാണ്. അത് ഒരിക്കലും പച്ചയായിട്ട് നമ്മൾക്ക് വിശക്കുമ്പോൾ കഴിക്കാൻ പറ്റുന്നതാണ് ശരിയായ ആഹാരം എന്ന് പറഞ്ഞെങ്കിൽ പോലും നമ്മളുടെ മനസ്സിൽ തോന്നുകയാണ് എനിക്കൊരു നോൺ വെജ് കഴിക്കണം, ബിരിയാണി കഴിക്കണം, വറുത്തത് കഴിക്കണം, പൊരിച്ചത് കഴിക്കണം. ഇപ്പൊ പല സാധനങ്ങളും തൂക്കിയിട്ടൊക്കെ കഴിക്കുന്നുണ്ടല്ലോ, ഷവർമ അല്ലെ. അതൊക്കെ എന്ത് വേണേലും കഴിക്കാം, പക്ഷെ ലിമിറ്റ് ചെയ്യണം. ഡെയിലി 3 നേരത്തിൽ കൂടുതൽ ഭക്ഷണം കഴിക്കാതിരിക്കുക. അങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ ലൈറ്റ് ആയിരിക്കണം. 4മത്തെ ഭക്ഷണം ബോഡി ആവശ്യപ്പെട്ടാൽ കഴിക്കുക. 2 മണിക്കൂറിന് മുമ്പെങ്കിലും ഭക്ഷണം അവസാനിപ്പിക്കണം ഉറങ്ങുന്നതിന് മുന്നേ. എന്നാലേ ശരീരത്തിന് വേണ്ടതായ ഓർഗൻസിന് നമ്മൾക്ക് റെസ്റ്റ് കൊടുക്കാൻ പറ്റുള്ളൂ. ബ്രെയിൻ, ബ്ലഡ് സർക്കുലേഷൻ, കിഡ്നി ഫങ്ഷൻ, അങ്ങനെ ഒരു 3-4 ഫങ്ഷൻസ് മാത്രമേ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് വർക്ക് ചെയ്യുന്നുള്ളൂ. അപ്പൊ അത് ഒഴിച്ചിട്ടുള്ള നമ്മളെ ആമാശയത്തിന് ഡൈജഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആക്കിയാൽ അത്രയും നല്ലതാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ചായ കാപ്പിയുടെ എണ്ണം, ചായ കാപ്പിയൊക്കെ ഒരു ഉന്മേഷം കിട്ടുന്നത് നല്ലതാണ്. അതിൻ്റെ അകത്ത് ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ ഒരു വിവരണത്തിലേക്ക് പോകാനുള്ള സമയപരിധി കൊണ്ട് ഞാൻ പോകുന്നില്ല. എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇനി പറഞ്ഞത് എങ്ങനെയാകാം നമ്മളൊരു പെനാൽറ്റി പാരന്റ് ഇവിടെ സൂചിപ്പിക്കേണ്ടായിരുന്നു. ആ കുട്ടി, ഇപ്പൊ ഒരു കുട്ടി, നമ്മൾക്ക് കുട്ടികളുണ്ടായി, ഡേ കെയർ തുടങ്ങി, +2 വരെ ഓടിയെത്തി. +2 വരെ ഓടിയെത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഹയർ സ്റ്റഡീസിന് പോകണം, ഉപരിപഠനത്തിനായിട്ട് പുറത്തോട്ടൊക്കെ അയക്കേണ്ടതായിട്ട് വന്നേക്കാം. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരുപാട് പൈസ നമ്മൾ കണ്ടെത്തേണ്ടതായിട്ട് വരും. ആ നേരത്ത് ജോലി നഷ്ടപ്പെടുകയോ, ജോലി വരുമാനം കുറയുകയോ, അല്ലെങ്കിൽ പോരാതെ വരികയോ, ലോൺ എടുക്കുകയോ ചെയ്യേണ്ട സമയത്ത് പാരന്റ്സിന് എന്തെങ്കിലും സംഭവിച്ചാൽ എന്ത് സംഭവിക്കും? ഒരു കടബാധ്യതയിലേക്ക് പോകുന്നു, മറ്റൊരു ഫിനാൻഷ്യൽ സെറ്റപ്പ്, ഒരു ഇൻകം വീട്ടില് ക്രിയേറ്റ് ചെയ്യപ്പെടാൻ താമസം വരും. ആ നേരത്തും
ഒരു ബുദ്ധിമാനായ ഒരു പാരന്റ്സ് ആണെങ്കിൽ പല സംഗതികളും ചെയ്തു വെക്കേണ്ടതുണ്ട്. അങ്ങനെ ചെയ്തു വെച്ചാൽ പാരന്റിന്റെ അസാന്നിധ്യത്തിൽ കുട്ടിയുടെ പഠിത്തം ഏറ്റെടുക്കുന്ന പല കാര്യങ്ങളും ഉണ്ട്. അതിനെക്കുറിച്ച് ചിന്തിക്കണം. നമ്മൾ ആരും ചിന്തിക്കാതെ പോകുന്ന സംഗതികളാണ് അതെല്ലാം. എപ്പോൾ നമ്മളൊരു ഇൻകം വരുന്നു, ഒരു 1000 രൂപയുടെ ഇൻകം ആയിരിക്കാം, ചിലപ്പോൾ 500 രൂപ പെർ ഡേ ആയിരിക്കാം, ഒരു മന്തിൽ ഒരു 15000 രൂപ, എത്രയാണോ അതിലൊരു നിശ്ചിത തുക. നമ്മൾ എങ്ങനെയാണ് സേവിങ്സ് കണക്കാക്കണം? ഇൻകം മൈനസ് എക്സ്പെൻസ് സമമാണ് സേവിങ്സ്. ബട്ട് അങ്ങനെയല്ല, ഇൻകം മൈനസ് സേവിങ്സ് സമം എക്സ്പെൻസ്. അങ്ങനെ ആക്കണം. അതായത് 1000 രൂപ ഡെയിലി അല്ലെങ്കിൽ ഒരു 500 രൂപ വരുമാനമുള്ള 100-50 രൂപ അവനവന്റെ ബോർഡിൽ ഉത്തരവാദിത്തം അവനവൻ എടുക്കുമെങ്കിൽ തീർച്ചയായിട്ടും അത് ഉണ്ടാക്കി വെക്കണം. അപ്പൊ ഇത്രയും സാഹചര്യങ്ങളിൽ നമുക്കത് ഹെൽപ്പായിട്ട് വരും. എത്ര രൂപ നമുക്ക് കിട്ടുന്ന ഒരു ഗവൺമെന്റിനോ അല്ലെങ്കിൽ ഒരു ബാങ്കുകൾക്കോ പറയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് ഇന്ന് നമ്മൾ പോകുന്നത്. നമ്മുടെ കേരള ഗവൺമെന്റിന്റെ സാമ്പത്തിക നിലപാട് നമുക്കറിയാൻ പറ്റും. 3000 ലക്ഷം കോടി നഷ്ടത്തിലും കഷ്ടത്തിലും പോകുന്നെന്ന് അവര് തന്നെ പറയുന്ന കണക്കുകളാണ് നമ്മളെല്ലാവരും അറിഞ്ഞിട്ടുള്ളത്. അത് കഴിഞ്ഞ വർഷത്തെ കണക്കാണ്. ഈ വർഷം വേറെയും കൂടിയും വരും. ഒരിക്കലും അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല, മെയിൻറ്റെയിൻ ചെയ്യുമെന്നൊന്നും തോന്നണമെന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഒരു ബാങ്കിനും അടുത്ത വർഷം നമുക്ക് എന്ത് കിട്ടും എന്ന് പറയാൻ പറ്റില്ല. പറ്റുമായിരിക്കും, ഇപ്പൊ പറയും അടുത്ത വർഷം ഏതാണ്ട് ഇത്രയും കിട്ടുമെന്ന്. 2 വർഷം 3 വർഷം 4 വർഷം കഴിഞ്ഞ് എന്ത് കിട്ടുമെന്നും ഒരു ബാങ്കിനും പറയാൻ പറ്റില്ല. ബാങ്കുകൾ നിലനിന്നാലും ഇല്ലെങ്കിലും ഉറപ്പ് വരുന്ന ചില പദ്ധതികളുണ്ട്. എപ്പോൾ നമുക്ക് എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് ആർക്കും ഉറപ്പില്ല. നമ്മൾക്ക് എല്ലാവർക്കും ഉറപ്പുള്ള ഒരു സംഭവമാണ് ഈ ശരീരം ഒരു ദിവസം ഉപേക്ഷിച്ച് പോകുന്നത്. ഇങ്ങനെ അങ്ങനെ ഉറപ്പില്ലാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്കതിൽ ഉറപ്പില്ല എപ്പോ മരിക്കും എന്നുള്ളത്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഞാൻ മരിക്കും എന്നുള്ളത്. അത് എപ്പോൾ എവിടെ എങ്ങനെ വെച്ചിട്ട് എന്റെ ശരീരത്തിൽ നിന്ന് ഞാൻ പോകും, അതായത് ആത്മാവ് പോകും എന്നൊക്കെ പറയാം. കാരണം ഞാൻ പോകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ഉടലോടെ ശരീരത്തോടെ പോകണം. ഒരിക്കലും നമ്മളാരും അങ്ങനെ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല, പോയിട്ടില്ല. അപ്പൊ നമ്മളിൽ നിന്നൊരു എനർജി, ഊർജം, അതായത് ആത്മാവ്, സോള് എപ്പോൾ എവിടെ എങ്ങനെ പോകും എന്ന് ഉറപ്പില്ല. പക്ഷെ പോകും എന്നുള്ളത് ഉറപ്പാണ്. അതുവരെ ഈ ശരീരത്തെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ഉത്തരവാദിത്വം നമ്മൾക്കുണ്ട്. നമ്മൾക്ക് ഉത്തരവാദിത്തമുള്ളതോടൊപ്പം നമ്മൾക്ക് ഭാര്യ ഉണ്ടാവും, കുട്ടികളുണ്ടാവും, അല്ലെങ്കിൽ അച്ഛനും അമ്മയും ഉണ്ടാവും. അതൊക്കെ ആ ഒരു വിലയം ഉണ്ടാവും. നമുക്ക് ലോഡുകൾ ഉണ്ടാവും, ഹൗസ് മെയിൻ്റെനൻസ് ഉണ്ടാവും. ഇത്രയും കാര്യങ്ങളെ നമ്മൾ നമ്മൾക്ക് അതിന്റെ റെസ്പോൺസിബിലിറ്റി കൂടെ ഉണ്ട്. കുറഞ്ഞ പക്ഷം നമ്മൾക്ക് നമ്മുടെ ശരീരത്തിനോട് റെസ്പോൺസിബിലിറ്റി ഉണ്ടാവും. ഇനി പറയാൻ പോകുന്നത് നമ്മളുടെ സബ്ജക്റ്റിലേക്ക് പറയാണ്, ഷുവർ ഇവന്റ്സ്. എന്താണ് ഈ ഷുവർ ഇവന്റ്സ് അല്ലെങ്കിൽ ഫിക്സഡ് എക്സ്പെൻസ്? ഒരു വ്യക്തിയാകട്ടെ കുടുംബമാകട്ടെ ഷുവർ ഇവന്റ്സ് അഥവാ ഫിക്സഡ് എക്സ്പെൻസ് ചില സംഗതികളുണ്ട്. ഇലക്ട്രിസിറ്റി ബില്ല് അടക്കാതിരിക്കാൻ പറ്റില്ല. വാട്ടർ ബില്ലിന് പിന്നെ ചില എക്സ്ക്യൂസ് ഒക്കെ ഉണ്ട്, എക്സംപ്ഷൻ ഒക്കെ ഉണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഇലക്ട്രിസിറ്റി ബില്ല് അടച്ചില്ലെങ്കിൽ 3 ആഴ്ച സമയമൊക്കെ തരുന്നുണ്ട്. നേരത്തെ ഫൈൻ ഉണ്ടായിരുന്നു, ഇപ്പൊ ഫൈൻ ഡേറ്റ് ഇല്ല, കട്ടിംഗ് ഡേറ്റ് ആണുള്ളത്. അപ്പൊ ഇലക്ട്രിസിറ്റി ബില്ല് അടച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും കട്ട് ചെയ്യാൻ വരും. അപ്പൊ അതൊരു ഷുവർ ഇവന്റ്സ് ആണ്, അതായത് ഫിക്സഡ് എക്സ്പെൻസ് ആണ്. വാട്ടർ ബില്ല് അടക്കണം. ഗ്യാസ് ഇല്ലാതെ ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ പറ്റില്ല. അപ്പൊ ഗ്യാസ്, ഇലക്ട്രിസിറ്റി, വാട്ടർ ബില്ല് ഇത് ഷുവർ ഇവന്റ്സ് ആണ്. പിന്നെ EMI, അത്രയുള്ള കാര്യങ്ങൾ. ഇത്രയും കാര്യങ്ങളൊക്കെ വ്യക്തിയാണെങ്കിലും ഫാമിലി ആണെങ്കിലും നമുക്ക് അടച്ചേ പറ്റും. അപ്പൊ ഇതിന് നമ്മൾ ഒരു പ്രൈവറ്റ് ജോലി ആകാം, ഗവൺമെന്റ് എംപ്ലോയി ആകാം, അതല്ലെങ്കിൽ ഡെയിലി വേജസ്കാരനാകാം, കമ്പനി ജോലിക്കാരാകാം. എന്തൊക്കെയാണെങ്കിലും ഇത്തരം എക്സ്പെൻസ് വ്യക്തിയാകട്ടെ കുടുംബമാകട്ടെ ഫാമിലി ആകട്ടെ എന്താണെങ്കിലും നമ്മൾ കണ്ടെത്തിയേ പറ്റൂ. അപ്പൊ അതിനെന്ത് ചെയ്യാം? ജോലി ഇല്ലാതിരിക്കാം, വരുമാനം കുറയാം, അല്ലെങ്കിൽ ഉള്ള ജോലിക്ക് പോകാൻ പറ്റാതിരിക്കാം, അതിൽ തടസ്സങ്ങൾ ഉണ്ടാവും. പക്ഷെ എന്നാലും എപ്പോഴാണോ ജോലിയിൽ ഏർപ്പെടുന്നത് ആ വ്യക്തി അതേ സമയം തന്നെ എടുക്കേണ്ട തീരുമാനമാണ് സേവിങ്സ്, അല്ലെങ്കിൽ ഇതുപോലെ ഷുവർ ഇവന്റ്സിനെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു സെറ്റപ്പ്. അങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കി വെച്ചാൽ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മ ജീവിച്ചിരുന്ന നമുക്ക് എന്നാണോ നമ്മൾ ഈ ശരീരത്തിൽ നിന്ന് ആത്മാവ് വിട്ടു പോകുന്നത് അന്ന് വരെ നമുക്ക് ഇതിന്റെ പ്രൊട്ടക്ഷൻ ഉണ്ടാവും. നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ പോയി അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ പോയി, എനിക്ക് 5 സെന്റ് സ്ഥലമുണ്ട്, അല്ലെങ്കിൽ ഓടി കാറുണ്ട്, അല്ലെങ്കിൽ 5 പവന്റെ ആഭരണമുണ്ട് എന്ന് പറഞ്ഞാൽ കാര്യമില്ല. നമ്മൾക്ക് ക്യാഷ് ട്രാൻസാക്ഷൻ നടത്താനുള്ള ഒരു സംവിധാനം ഉണ്ടെങ്കിൽ സൂപ്പർ മാർക്കറ്റിലല്ല, ഹോസ്പിറ്റലല്ല, എന്ത് ഇടപാടിനും ചെയ്യാം. ബാങ്കുകൾ ഉണ്ടാവും, ഉണ്ടാകാതിരിക്കാം. ചില ബാങ്കുകളൊക്കെ മെർജ് ചെയ്യും. ഇപ്പൊ SBI മെർജായി, ആന്ധ്ര ബാങ്ക് യൂണിയൻ ബാങ്കിൽ മെർജായി. ബാങ്കുകൾ ഉണ്ടാവും, ഗവൺമെന്റ് ഉണ്ടാവും, ഗവൺമെന്റ് ഇല്ലാതിരിക്കാം. എന്നാൽ ഒരു ധനവിനിമയ സംവിധാനം തീർച്ചയായിട്ടും ഉണ്ടാവും.
ആ കാര്യത്തിൽ ഒരു സംശയവും വിചാരിക്കേണ്ട. സർക്കാരും ഉണ്ടാകും, ഉണ്ടാകാതിരിക്കാം. പക്ഷെ അത്തരത്തിലൊരു ഉറപ്പ് കിട്ടുന്ന കോടതി നിശ്ചയിച്ചിട്ടുള്ള, കാരണം നമ്മൾ ചെയ്തിട്ടുണ്ടോ, നമ്മൾ ജീവിച്ചിരിക്കുന്നവരെ നമ്മൾക്ക് പൈസ കിട്ടും, നമ്മളുടെ ഈ ഷുഗർ ഇവന്റ്സിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ, അല്ലെങ്കിൽ ഫിക്സഡ് എക്സ്പെൻസിനെ, മനുഷ്യ ശരീരം എടുത്തിട്ടുണ്ടോ ഇത് ഉപേക്ഷിക്കുന്നവരെയുള്ള ശരീരത്തോടുള്ള ഉത്തരവാദിത്വം, ആ ശരീരത്തോട് കണക്റ്റഡ് ആയിട്ടുള്ള റിലേറ്റീവ് ആയിട്ടുള്ള ഭാര്യയാകാം, ഭർത്താവാകാം, കുട്ടികളാകാം, അച്ഛനമ്മയാകാം, ആരൊക്കെയാണോ ആ ഒരു ബോഡിയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്നത്, അവരുടെ റെസ്പോൺസ് വഹിക്കാൻ, അവരുടെ ചെലവുകൾ, ഈ പറഞ്ഞ ഷുഗർ ഇവന്റ്സിന്റെ ഉത്തരവാദിത്വം നമ്മൾക്കുണ്ട്. അപ്പൊ ആ ഉത്തരവാദിത്വം നിറവേറ്റാൻ സ്ഥിരമായി സ്ഥായിയായി നമ്മൾ എപ്പോൾ മരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എപ്പോൾ ഈ ശരീരം ഉപേക്ഷിക്കുന്നു അതുവരെ കമ്പനി ജോലിയാകട്ടെ, ഡെയിലി വേജസുകാരാകട്ടെ, ഗവൺമെന്റ് എംപ്ലോയി ആകട്ടെ, ഗവൺമെന്റിന്റെ വരുമാനം ഒന്നും പറയാൻ പറ്റില്ല. അപ്പൊ അതുപോലെ സ്ഥിരമായി സ്ഥായിയായി കിട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഷുഗർ ഇവന്റ് മാനേജ്മെന്റിൽ ഉദ്ദേശിക്കുന്നത്. അതിന് ചില സമ്പദ്കളുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് ഉറപ്പു തരുന്ന സ്കീമുണ്ട്, പദ്ധതിയുണ്ട്. അത് ഉറപ്പാണ്. 10 കൊല്ലം കഴിഞ്ഞ് എന്ത് കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. 25 കൊല്ലം കഴിഞ്ഞ് എന്ത് കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. അതല്ല 60 കൊല്ലം കഴിഞ്ഞ് എന്ത് കിട്ടും എന്നുള്ളത് ഇപ്പൊ പറയുന്ന ഏതെങ്കിലും പ്രസ്ഥാനം ഈ ദുനിയാവിലുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞു തരിക. ഒരു ആളും പറഞ്ഞു തരില്ല. 2 കൊല്ലം കഴിഞ്ഞിട്ടുള്ള കാര്യം സംശയത്തിലാണ്. 5 കൊല്ലം കഴിഞ്ഞിട്ട് കാര്യം സംശയത്തിലാണ്. ഇപ്പോൾ നമ്മൾ ഈ ശരീരം എടുത്ത ഒരു സെൽഫ് സ്റ്റാൻഡിൽ നിൽക്കുന്ന ഒരു വരുമാനത്തിലേക്ക് എത്തിയാൽ, ഇപ്പോൾ തുടങ്ങി വെച്ചാൽ എപ്പോൾ നമ്മൾ വേണ്ടെന്ന് വെക്കുന്നു അതുവരെ നമുക്ക് ഇൻകം കിട്ടും ഒരു നിശ്ചയ കാലത്തിന് ശേഷം. അങ്ങനെ ഉള്ള സെൻട്രൽ ഗവൺമെന്റ് ഉറപ്പു തരുന്ന, കോടതി ഉറപ്പു തരുന്ന അങ്ങനെയുള്ള ചില പദ്ധതികളുണ്ട്. ആ പദ്ധതിയാണ് ഷുഗർ ഇവന്റ് മാനേജ്മെന്റിന്റെ ഫിക്സഡ് എക്സ്പെൻസിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ, പരിഹരിക്കാൻ, നമ്മളോടുള്ള ഉത്തരവാദിത്വം, നമ്മളോട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഉത്തരവാദിത്വം നമ്മൾക്ക് വഹിക്കാൻ സഹായകരമായ പദ്ധതികൾ. അപ്പൊ അതിനെക്കുറിച്ചും അറിയാൻ ശ്രമിക്കുക, അതിന്റെ അംഗത്വം എടുക്കാൻ ശ്രമിക്കുക. നമ്മൾ ജീവിച്ചിരുന്നാലും ഇല്ലെങ്കിൽ, നമ്മൾ ജീവിച്ചിരുന്ന നമുക്കും, നമ്മൾ ജീവിച്ചിരുന്നില്ലെങ്കിൽ നമ്മളുടെ സാന്നിധ്യത്തിൽ നമ്മൾ എന്താണോ ഉദ്ദേശിച്ചു വെച്ചത് ആ സഹായം നമ്മൾ ആരാണോ നോമിനേറ്റ് ചെയ്യുന്നത് അവർക്ക് കിട്ടും. അതോടൊപ്പം തന്നെ കുട്ടികളുടെ കാര്യം കൂടെ പറയുകയുണ്ടായിരുന്നു. ഡേ കെയർ തുടങ്ങി ഇന്ന് ഡൊണേഷൻ കൊടുക്കണം, ഭാരിച്ച എക്സ്പെൻസ് വരുന്നുണ്ട്, യൂണിഫോം, ഡ്രസ്സ്, ട്രാവലിങ്, സ്റ്റഡി മെറ്റീരിയൽസ്, ഇതിലേക്കും നമ്മൾ നിശ്ചിത കാലങ്ങളിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. നമ്മൾ ജീവിച്ചിരുന്നാൽ നമ്മൾ മുഖേന കുട്ടികൾക്ക് കിട്ടും. നമ്മൾ ജീവിച്ചിരുന്നില്ല എങ്കിൽ നമ്മളുടെ പഠനകാര്യം ഏറ്റെടുക്കുന്ന പദ്ധതികളുണ്ട്. നമ്മൾ മരിച്ചു പോയാൽ ഏതുപോലെ അച്ഛൻ നിന്നിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, അച്ഛന്റെ അസാന്നിധ്യത്തിൽ കുട്ടിയുടെ കാര്യം ഏറ്റെടുക്കുന്ന പദ്ധതികളുണ്ട്. അതും നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കാൻ, നമ്മളോടുള്ള ഉത്തരവാദിത്തം, നമ്മൾ കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളോടുള്ള ഉത്തരവാദിത്തത്തിന്റെ ഭാഗമായി ഇത് അറിയാൻ ശ്രമിക്കുക, പഠിക്കാൻ ശ്രമിക്കുക, ജീവിതത്തിൽ കൊണ്ടുവരികയാണെങ്കിൽ ആ കുട്ടിയോടുള്ള ഉത്തരവാദിത്തമായി. അതുപോലെ ഭാര്യയോടുള്ള ഉത്തരവാദിത്തം ചെയ്യാം. അങ്ങനെ നമ്മളോട് റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരോട് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള, നമ്മുടെ ഈ എക്സ്പെൻസിനെ മീറ്റ് ചെയ്യാൻ പറ്റിയുള്ള കാര്യങ്ങളുണ്ട്. അതോടൊപ്പം ശരീരത്തെ നമ്മൾ ഈ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഈ സമയപരിധിയിൽ നിർത്തിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ശ്രമിച്ചാൽ നമ്മൾക്ക് നമ്മളെ മുഖേന നമ്മളുടെ ശരീരത്തെ രോഗാതുരിതമായിട്ട് അസുഖം വരുത്തി വെക്കുന്ന കാര്യങ്ങളിൽ നമുക്ക് ഒഴിഞ്ഞു നിൽക്കാൻ പറ്റും. ആശുപത്രി പോക്ക് കുറയാൻ പറ്റും. ഒന്ന് പുറത്തേക്ക് ചുറ്റുവട്ടത്തേക്ക് നമുക്കൊന്ന് കണ്ണോടിച്ച് നോക്കാം. നമ്മൾ ഇന്ന് ഇത്രയും ആശുപത്രികൾ വർദ്ധിക്കുന്നതിന്റെ കാരണം എന്താണ്? ആശുപത്രി ലൈഫ് സ്റ്റൈലാണ്. കാരണം നമ്മൾ തന്നെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ എങ്ങനെ ആരോഗ്യകരമായിട്ട് ജീവിക്കാം, അതിന്റെ ഉത്തരവാദിത്വം എടുക്കാൻ, മനസ്സിലാക്കാൻ, പഠിക്കാൻ, ജീവിതത്തിൽ പകർത്താൻ നമ്മൾ ശ്രമിക്കാത്തതാണ് നമ്മൾ പല അസുഖങ്ങളും അറിഞ്ഞോ അറിയാതെയും വരുത്തി വെക്കുന്നത്, വന്നുപെടുന്നത്. അപ്പൊ അത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അസുഖത്തിന്റെ ഒരു എക്സ്പെൻസിനെ നമുക്ക് കുറക്കാൻ പറ്റും. അപ്പൊ അത്തരത്തിലുള്ള രീതികളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പൊ ഞാൻ ഉൾപ്പെടെ ചിലപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാനോ ഫോളോ അപ്പ് ചെയ്യാനോ കണ്ടിന്യൂ ചെയ്യാനോ തുടർന്ന് പോകാൻ പറ്റാത്തതാണ് പല പല അസുഖങ്ങൾക്കും കാരണം. ബോഡി ഒരിക്കലും സ്വന്തമായിട്ട് അല്ലെങ്കിൽ രോഗം വരുത്തി വെക്കില്ല. അസുഖങ്ങളുടെ ലക്ഷണങ്ങൾ ആദ്യമേ കാണിക്കും. ഇപ്പൊ പനി വരുന്നത്, തലവേദന വരുന്നത്, വയറുവേദന വരുന്നത്, ഛർദിയിൽ വരുന്നത്, അതെല്ലാം അസുഖങ്ങളുടെ ലക്ഷണങ്ങളാണ്. അല്ലെങ്കിൽ ഒരു പറ്റാത്തൊരു സംഗതി അകത്തോട്ട് ചെന്നു, അപ്പോൾ അതിന് ട്രീറ്റ്മെന്റ് ആരംഭിക്കുകയും അതിനെ തുടർന്ന് കുറെ മരുന്ന് കഴിക്കാൻ ഒരു സാഹചര്യത്തിൽ ഇപ്പൊ കുറവാണ് എങ്കിൽ പോലും അതൊക്കെ നിസ്സാര അസുഖത്തിനെ ട്രീറ്റ് ചെയ്ത് മാരക അസുഖങ്ങളിലേക്ക് പോകാറുണ്ട്. അതുപോലെ തന്നെ ഇന്ന് നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ വേറൊരു കാര്യം, ലൈഫ് സ്റ്റൈൽ ഡിസീസിന്റെ വേറൊരു രോഗമാണ്. 10 പേരെ ഡയഗ്നോസ് ചെയ്ത 4 പേർക്ക് ഇന്ന് ക്യാൻസർ ഉണ്ട്. ഏതെങ്കിലും ഭാഗങ്ങൾ ക്യാൻസറൈസ്ഡ് സെൽസുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ക്യാൻസർ എന്താണെന്നൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അതെന്തുകൊണ്ടാണ്? തെറ്റായ ലൈഫ് സ്റ്റൈലാണ്.
ഫുഡിന്റെ രീതികളാകാം, ഉറക്കത്തിന്റെ കാര്യങ്ങളാകാം, ആക്ടിവിറ്റീസ് ഇല്ലാത്തതാകാം, കലോറി കൂടിയ ഫുഡ് നമ്മൾ കഴിക്കുന്നു, അതിനെ എനർജൈസ്, അതായത് പുറത്തേക്ക് നമ്മൾ ആ എനർജിയെ യൂട്ടിലൈസ് ചെയ്യുന്നില്ല. അതും ഈ നമ്മളുടെ അസുഖങ്ങൾ വർദ്ധിക്കാനും ട്രീറ്റ്മെന്റ് എടുക്കാനും എക്സ്പെൻസ് വർദ്ധിക്കാനും ദുരിതങ്ങൾ അനുഭവിക്കുക. എക്സ്പെൻസ് വർദ്ധിക്കൽ ഒരു കാര്യം, കടക്കണിയിലിട്ട് രോഗാതുരിതമായി തീരുന്നു, അത് നമ്മൾക്ക് ഹോസ്പിറ്റലൈസ് ചെയ്യുന്നു, നമ്മൾ ദുരിതം അനുഭവിക്കുന്നു, നമ്മുടെ ലൈഫ് പാർട്ട്ണർ, ഭാര്യ, ഭർത്താക്കള്, അച്ഛനമ്മ, കുട്ടികൾ, അവരെല്ലാവരെയും കൂടി ദുരിതത്തിലാക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇതിനെല്ലാത്തിനും ഉപരി നമ്മൾ ആരാണ്, നമ്മളുടേതാണ് ഈ ശരീരം. അതിന്റെ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കുന്നതിന്റെ ഭാഗമായിട്ട് ദിനചര്യകൾ എന്താണെന്ന് മനസ്സിലാക്കുക, എന്താണ് ആരോഗ്യപരമായ സ്റ്റൈലുകൾ, എന്തൊക്കെയാണ് ചര്യകൾ, അത് കാലഘട്ടത്തിനനുസരിച്ച് കുറെ മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ട് വരും. ഇപ്പൊ തണുപ്പ് കാലത്ത് കഴിക്കേണ്ടതല്ല മഞ്ഞുകാലത്ത്, ഈ ചൂടുള്ള കാലത്ത് കഴിക്കേണ്ടത്, അതെല്ലാം മഴക്കാലത്ത് കുറച്ച് വ്യത്യാസങ്ങൾ വരും. നമ്മൾ നമ്മുടെ നാട്ടിലുണ്ടാവുന്ന സീസണലി അവൈലബിൾ ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ ശ്രമിക്കണം. ഇത്രയും കുറെ, ഞാനിപ്പോ ഏകദേശം ഒരു ലേഔട്ടാണ് ഇവിടെ നൽകിയിട്ടുണ്ടായിട്ടുള്ളത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ആരോഗ്യകരമായ ഒരു ശരീരം നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പൊ രോഗത്തിലേക്ക് പോകാതെ നമുക്ക് ശരീരത്തെയും കൊണ്ടുനടക്കാൻ പറ്റും. അതോടൊപ്പം ഈ ഫിനാൻഷ്യൽ ഫ്ലോ ഉണ്ടാകുന്നതിലേക്കുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ഇൻകം എപ്പോ സ്റ്റാർട്ട് ചെയ്യുന്നു, അപ്പൊ നമ്മളോടുള്ള ശരീരം, ഈ ശരീരമാണ് നമ്മളോട് കൂടെ ഉണ്ടാകുന്നത്. വേറെ ആരും തന്നെ ഒരു പരിധി ലിമിറ്റ് ചെയ്ത്, ഇപ്പൊ എനിക്ക് വിശന്ന് ഞാൻ ഭക്ഷണം കഴിക്കണം, എനിക്ക് അസുഖം വന്നാൽ ഞാൻ ഡോക്ടറെ കാണണം, മരുന്ന് കഴിക്കണോ വേണ്ടതെന്ന് നമ്മൾ തീരുമാനിക്കണം. ഞാൻ മരുന്ന് കഴിച്ചാലേ എന്റെ അസുഖം മാറുള്ളൂ, ആണോ അല്ലയോ? അപ്പൊ അതിനോടുള്ള ഉത്തരവാദിത്തത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ഒരു പ്രൊട്ടക്ഷൻ സ്കീമിൽ നമ്മൾ ചെയ്തു വെക്കണം. അങ്ങനെ ചെയ്തു വെച്ചാൽ ആ സ്കീം, ആ പണം നമ്മൾക്ക് ക്യാഷ് ഫ്ലോ ഉണ്ടാകും. ഒരു മാർക്കറ്റിൽ പോകുമ്പോൾ, ഒരു ഹോസ്പിറ്റലിൽ പോകുമ്പോൾ, ഒരു സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിന് നമ്മൾക്കൊരു ക്യാഷ് ട്രാൻസാക്ഷൻ മുഖേന നമ്മളുടെ കാര്യങ്ങൾ നിർവഹിക്കാം. ഇപ്പൊ ഒരു ആഭരണങ്ങൾ മേടിച്ചു വെച്ചാൽ ആഭരണങ്ങൾ വില വർദ്ധിക്കും, അതൊക്കെ ശരി തന്നെയാണ്. അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ, സൂക്ഷിക്കാൻ ഒക്കെ പണിപ്പാടുണ്ട്. ഒരു ആശുപത്രി പോയിട്ട് എനിക്ക് ആഭരണം ഉണ്ടെന്ന് പറഞ്ഞ കാര്യം നടക്കൂല. 5 സെന്റ് സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളുടേതായ എക്സ്പെൻസിനെ മീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് ഇതുപോലുള്ള പ്രൊട്ടക്റ്റഡ് സ്കീമുകൾ നമ്മൾക്ക് അംഗത്വം പഠിക്കാൻ ശ്രമിക്കുക, ആകാൻ ശ്രമിക്കുക. അത് നമ്മൾക്ക് ലോങ് ലൈഫ്, അതായത് എപ്പോൾ വരെ നമുക്ക് വേണ്ടെന്ന് കിട്ടുന്നു അതുവരെയും നമ്മൾക്ക് ജീവിതത്തിലേക്ക് പൈസ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അത് മാറ്റമില്ലാത്ത, പൊട്ടാത്ത, പൊളിയാത്ത ഒരു പദ്ധതിയാണ് ഗവൺമെന്റ്, കേരള ഗവൺമെന്റ് അല്ല, സെൻട്രൽ ഗവൺമെന്റ് ഉറപ്പ് തരുന്നില്ലെങ്കിൽ ഗവൺമെന്റ് തന്നോളാം. നിലനിൽക്കുന്ന ഗവൺമെന്റ് നിൽക്കോ ഇല്ലെന്നൊന്നും പറയാൻ പറ്റില്ല, ബാങ്കുകളുടെ കാര്യത്തിൽ ഉറപ്പില്ല. എന്നാലും ഏതൊരു ഭരണകൂടമാണ് നിലനിൽക്കുന്നത്, ആ ഭരണകൂടം നമ്മൾക്ക് തന്നോളാന്ന് ഉറപ്പ് നൽകുന്ന ഒരു പദ്ധതിയാണ്, സേവിങ് സ്കീമാണ് ഞാൻ ഈ പറഞ്ഞു വെച്ചിട്ടുള്ളത്. എല്ലാവരും ഇവിടെ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഡിയർ ഫ്രണ്ട്സ്, ആരെയും ഒന്നും കേൾക്കണില്ല. ഫൈസിൽ സാർ, അപ്പൊ ആരും തന്നെ ഒരാളെയാണ് ഞാൻ ആ പടെ കാണുന്നത്. ഞാനൊരു വാർത്ത വായിക്കുന്ന പോലെ ആയിട്ടുണ്ടോ എന്നും എനിക്ക് സംശയമുണ്ട്. എന്തായാലും കുഴപ്പമില്ല. സാധാരണ 50, 250 പേരൊക്കെ ഉണ്ടാകാറുണ്ട്. യൂണിറ്റ് മീറ്റ്, ഡിവിഷണൽ മീറ്റിംഗ് ഒക്കെ ഉണ്ട്. അത് വേറൊരു സ്റ്റൈലാണ്. അത് എല്ലാത്തിനെയും കൂടെയും ക്രോഡീകരിച്ച് കുറച്ച് ആരോഗ്യം, ഒരു മിസ്ലേനിയസ് എന്നുള്ള രീതിയിലാണ് പോയിട്ടുള്ളത്. കാരണം ഇത് അത്തരത്തിലൊരു സംഭവമാണല്ലോ. മറ്റേ ഞങ്ങൾ യൂണിറ്റ് മീറ്റ് എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഓരോ സിലബസ് ഉണ്ട്. ആ സിലബസ് അങ്ങോട്ട് മെമ്മറി ടെസ്റ്റും കൂടിയാണത്. അത് വെച്ചിട്ട് അങ്ങോട്ട് പകർക്കുകയാണ് ചെയ്യാറ്. പിന്നെ ഡിവിഷണൽ മീറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 250, 300 പേരെങ്കിലും കുറഞ്ഞതുണ്ടാവും. ഹോളിലെ മെയിൻറ്റെയിൻ, അതിലും നമുക്ക് ഇതുപോലെ പാർട്ട് ഉണ്ടാകാറുണ്ട്. പക്ഷെ അതിന്റെ സ്റ്റൈലും കാര്യങ്ങളും വേറെയാണ്. എന്തായാലും ഇത്തരം ഒരു അവസരം കിട്ടിയതിന് ഫൈസൽ സാറിനോടും സർവശക്തനായ ഈശ്വരനായ സുപ്രീം, അതായത് യൂണിവേഴ്സിനോടും നന്ദി പറയാണ്. കാരണം നമുക്ക് ഇത്രയും ഒരു അവസരങ്ങൾ തരുന്നു, ഈ എനർജി കിട്ടുന്നു. കാരണം നമ്മൾക്ക് ഇലക്ട്രിസിറ്റി, ഈ പറഞ്ഞോളം പൈസ കൊടുക്കുന്ന വേറൊരു കാര്യം, കുറെ പേരുടെ എഫേർട്ടാണ് ഈ ഫ്ലോ, അതായത് ഈ പ്രസരണം കൃത്യമായി നമുക്ക് ഉണ്ടായത് കൊണ്ടും എന്റെ ഓർഗൻസ് വർക്ക്, എനിക്കിവിടെ സംസാരിക്കണമെന്ന് എഴുതി എന്റെ വായ അനങ്ങിയില്ലെങ്കിൽ എന്ത് പറ്റും? ഞാനിവിടെ തുടക്കത്തിൽ എൻട്രി ആയാൽ നോക്കിയിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായി. അവിടെ ഒരു ടെസ്റ്റ് പേപ്പർ പോലെ വന്നു, സാറിനെ വിളിക്കാന്ന് എഴുതിയപ്പോഴൊന്നും റെഡിയായി. അപ്പൊ അങ്ങനെ നമുക്ക് യൂണിവേഴ്സിന്റെ ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. എത്ര പേർക്ക് സംസാരിക്കാൻ പറ്റാതെ ഈ ലോകത്തുണ്ട്? എത്ര പേർക്ക് കണ്ണ് കാണാൻ പറ്റാതെ ഉണ്ട്? എത്ര പേർക്ക് കേൾക്കാൻ പറ്റാതിരിക്കുന്നുണ്ട്? അപ്പൊ നമ്മളൊക്കെ ഭാഗ്യവാന്മാരാണ്. ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ തിരിച്ച് ആ ഭാഗ്യം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെ ഇടക്കെങ്കിലും ഒന്ന് സ്മരിക്കേണ്ടതാണ്, ആണല്ലയോ?
അപ്പൊ എന്ന് പറഞ്ഞ പോലെ ഈ ഇതെല്ലാം ഒക്കെ ഉണ്ട്, പൈസയുണ്ട്, ഞാൻ പൈസ അടച്ചിട്ടുണ്ട്, സാറ് പൈസ അടച്ചിട്ടുണ്ട്, എല്ലാവരും തന്നെ പൈസ ഒക്കെ അടച്ചിട്ടുണ്ട്. പക്ഷെ ഇത് വർക്ക് ചെയ്യുന്നില്ലെങ്കിലും ഇലക്ട്രിസിറ്റി ഒന്ന് ബ്രേക്ക് ആയാലും വേണ്ട, എനിക്കൊന്ന് സംസാരിക്കാൻ, എനിക്ക് പലതൊക്കെ പറയണമെന്നുണ്ട്, ഒന്നും പറയാൻ പറ്റുന്നില്ല. അപ്പൊ എന്ത് പറ്റും? അപ്പൊ ഇതെല്ലാം യൂണിവേഴ്സിന്റെ ഒരു അനുഗ്രഹമാണ്. ഇതിനൊരു അവസരം തന്ന ഫൈസൽ സാറിനും നന്ദി പറയുകയാണ്. അതോടൊപ്പം ആർക്കെങ്കിലും എന്തെങ്കിലും നമുക്ക് ചർച്ച ചെയ്യാനോ ചോദിക്കാനോ പറയാനോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പറയാം. ഞാനെല്ലാം ഒന്ന് ലേഔട്ടേ ചെയ്തിട്ടുള്ളൂ, കാരണം ഓരോ വിഷയങ്ങളും 1 മണിക്കൂർ എങ്കിലും എടുത്തിട്ട് വിശദമായി മുന്നോട്ട് പോകേണ്ട സംഗതികൾ പലതും ഉണ്ട് അതിൻ്റെ അകത്ത്. അത് അപ്പൊ ഒരു 5-8 സംഭവങ്ങളെ ഞാൻ ഒരു 3-4 സംഭവങ്ങളായിട്ട് ഒന്ന് മിസ്ലേനിയസ് ആയിട്ട് ക്രോഡീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ അത് ടച്ച് ചെയ്ത് പോയിട്ടുണ്ട്. ശരീരത്തെ കുറിച്ച് എന്താണെന്ന് പറയാൻ ശ്രമിച്ചു, ആരോഗ്യകരമായ ഫുഡ് എന്താണെന്ന് പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. ഫുഡ്, ഭക്ഷണം എന്നൊക്കെ തന്നെ പറയും. വെള്ളം കുടിക്കേണ്ട പ്രാധാന്യം, 2 ഫുഡുകൾ തമ്മിലുള്ള ഗ്യാപ്പിനെ കുറിച്ച് സൂചിപ്പിക്കേണ്ടായിരുന്നു. ചായ എന്ന സബ്ജക്ട്, പാനീയം വേണോ വേണ്ടെന്ന് ഞാനിവിടെ അത് ഓരോരുത്തരുടെയും യുക്തിപരമായ തീരുമാനമാണ്. ഒരു കാര്യം ഉറപ്പാണ്, അത് കൗണ്ട് കുറയ്ക്കാനെങ്കിലും ശ്രമിക്കണം. ഇല്ലെങ്കിൽ നല്ലതാണ്, തേയില കമ്പനിക്ക് നല്ലതാണ്, കച്ചവടക്കാർക്ക് നല്ലതാണ്, ആശുപത്രിക്കാർക്ക് ഏറെ നല്ലതാണ്. അതുപോലെ നോൺ വെജിനെ കുറിച്ച് സൂചിപ്പിക്കേണ്ടായിരുന്നു, അതും ഒരിക്കലും പറയണ ശരിയല്ലെന്ന് എനിക്കറിയാം. കാരണം ഞാനല്ല എങ്ങനെയാണെന്നുള്ളതല്ല, ആരോഗ്യമായ ഒരു ബോഡിക്ക് എങ്ങനെ വേണമെന്നുള്ളതാണ് ഞാൻ സൂചിപ്പിച്ചത്, അത് സൂചിപ്പിക്കേണ്ടായിരുന്നു. പിന്നെ ആവശ്യത്തിന് വെള്ളം കുടിക്കുന്ന കാര്യം സൂചിപ്പിച്ചു, ഉറക്കത്തിനെ കുറിച്ച് ഞാൻ സൂചിപ്പിക്കേണ്ടായിരുന്നു. ഇത്രയും കാര്യങ്ങൾ സൂചിപ്പിച്ചാൽ നല്ലൊരു ബോഡിയെ നമുക്ക്, കാരണം ഈ ബോഡിയാണ് നമ്മുടെ കൂടെ ഉണ്ടാകുന്നത്. നമ്മളാണെന്ന് പറഞ്ഞു നടക്കുന്ന നമ്മളുടെ ബോഡിയെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട, അത് ആശുപത്രിക്കാർ നോക്കുന്ന, ഡോക്ടർ നോക്കും, സ്പെഷ്യലിസ്റ്റ്, ഹോസ്പിറ്റലുകളൊക്കെ റെഡിയാണ് നമ്മളെ നോക്കാൻ. അതിലേക്ക് നമ്മളെ ബോധപൂർവം പോകണോ പോകണ്ടേ, ചില കാര്യങ്ങൾ നീക്കി വെക്കുക, മാറ്റി വെക്കുക, അറിഞ്ഞുകൊണ്ട് യുക്തമായ തീരുമാനം എടുക്കാം. ഒരു ഫംഗ്ഷന് പോകുമ്പോൾ ആകാം, വീട്ടിൽ തന്നെ ആകാം, കൂട്ടുകാരുടെ ഇടയിലാകാം, പ്രോഗ്രാമിനാകാം. അപ്പൊ ഇത്രയും സമയങ്ങളിൽ നമ്മൾ യുക്തിപരമായിട്ടുള്ള ആരോഗ്യപരമായ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അനാരോഗ്യാവസ്ഥയിലേക്ക് നമ്മളുടെ ശരീരം നയിക്കില്ല, പോകൂല. അപ്പൊ അതിലേക്ക് തീരുമാനം എല്ലാവരും ചിന്തിച്ചുകൊണ്ട് എടുക്കാൻ എല്ലാവർക്കും യൂണിവേഴ്സ് അനുഗ്രഹിക്കട്ടെ എന്ന് സ്മരിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞാലും ചോദിക്കണമെങ്കിലൊക്കെ ചോദിക്കട്ടെ, കുഴപ്പമൊന്നുമില്ല. അത് ഞാൻ ഔദ്യോഗികമായിട്ട് എന്റെ ഒരു കൺക്ലൂഷനിൽ എത്തേണ്ടതുണ്ട്. തുടക്കം കുറിച്ചാൽ അവസാനിപ്പിക്കേണ്ടത് എന്ത് കാര്യവും ആവശ്യമാണ്. ജനിച്ചു കഴിഞ്ഞാൽ മരിക്കേണ്ടത് ആവശ്യമാണ്. യാത്ര തുടങ്ങിയാൽ യാത്ര അവസാനിപ്പിക്കേണ്ടതും ആവശ്യമാണ്. എന്നുള്ള നിലക്ക് ഞാനിവിടെ ടോപ്പിക് എടുത്തിട്ടു ആ ടോപ്പിക്ക് കൺക്ലൂഷൻ വൈൻഡ് അപ്പ് ചെയ്യേണ്ടതിന്റെ ആവശ്യകതയിലേക്കാണ് ഞാനത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്നെ ശ്രമിച്ച എല്ലാവർക്കും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കുക. ഔദ്യോഗികമായിട്ട് ഞാൻ എല്ലാവർക്കും നന്ദി പറയുകയാണ്. ഇത്രയും നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലപ്പെട്ട സമയത്തിൽ ഞാൻ കുറെ കാര്യങ്ങൾ ടച്ച് ചെയ്ത് പോയിട്ടുണ്ട്. അത് എല്ലാവരും ഒന്ന് ചിന്തിക്കുക, അനലൈസ് ചെയ്യുക, തീരുമാനങ്ങൾ എടുക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഫൈസൽ സാറിന്, യൂണിവേഴ്സിന് താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ആകാം, ഇല്ലെങ്കിൽ നമുക്ക് സാറിന് വിട്ടിരുന്നു. താങ്ക് യു സാർ. താങ്ക് യു എവരിബഡി. താങ്ക് യു സോ മച്ച്. വളരെ വിശാലമായിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. അത് വളരെ ലളിതമായിട്ട് തന്നെ ഇവിടെ ബാബു സാർ നമ്മളെ അവതരിപ്പിച്ചു. നമ്മുടെ എക്സ്പെൻസുകളെ കുറിച്ച്, അതേപോലെ തന്നെ അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒത്തിരി കാര്യങ്ങളെ കുറിച്ചൊക്കെ സംസാരിച്ചു. നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ സാർ ഇവിടെ ഉണ്ട്. സാറിനോട് ഇതുവരെ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ ചാനലിൽ ഉണ്ടാവും, ബാബു പണിക്കശ്ശേരി എന്ന യൂട്യൂബ് ചാനൽ അടിച്ചാൽ ഇതുപോലെ പബ്ലിക്കിന് വേണ്ടി പറയുന്ന കുറെ കാര്യങ്ങളുടെ ഏതാനും 5 മിനിറ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. 5 മിനിറ്റ് ക്ഷമയില്ലാത്തതുകൊണ്ട് ഇടാറില്ല. എന്റെ ചാനൽ ബാബു പണിക്കശ്ശേരി എന്ന് എടുക്കുക, യൂട്യൂബ് എടുക്കുക, ബാബു പണിക്കശ്ശേരി എന്ന് എടുക്കുക, സംഗതി എന്നെ ഈ രൂപം കാണും. പിന്നെ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാറുണ്ട്. അപ്പൊ അത് കാണണമെന്നുള്ളവർക്ക് അതിലും ശ്രമിക്കാം, കാണാം. ഇനിയിപ്പോ എന്നെ ഇത്തിരിയും കൂടി സ്നേഹം തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം, കമന്റുകൾ രേഖപ്പെടുത്താം. അപ്പൊ കാണും. സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ ആരും തന്നെ ഒന്നും ചോദിക്കാനും പറയാനില്ല, എല്ലാവരും പാസ്സായ ആൾക്കാരാണെന്ന് എനിക്കറിയാം. എന്നാലും ഒരു ഓർമ്മപ്പെടുത്തലുകൾ എന്നുള്ള രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വൈൻഡപ്പിലേക്ക് കടക്കാം. ഓക്കെ, സോ നമ്മുടെ ഈ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ വിപുലിനെ ക്ഷണിക്കുകയാണ്. വിപുൽ TV ഫ്രം പാലക്കാട്. ഓക്കെ ഫൈസൽ സാർ, താങ്ക് യു. ഓഡിബിൾ അല്ലേ? യെസ് ഓഡിബിൾ ആണ്.
ഓക്കെ താങ്ക് യു. ഓക്കെ, ഗുഡ് ഈവനിങ് ഓൾ. അതിനെ എന്നെ പരിചയപ്പെടുത്താം. എന്റെ പേര് വിപുൽ, പാലക്കാട് ജില്ലയിൽ കാവശ്ശേരിയിലാണ് വീട്. അതുപോലെ ട്രെയിൻ ദ ട്രെയിനർ ബാച്ച് 8ാം ബാച്ചിലെ വ്യക്തിയാണ്. അപ്പൊ ഞാൻ ഒരു ഡിഗ്രി സ്റ്റുഡന്റും കൂടിയാണ് കേട്ടോ. അപ്പോ നമുക്കറിയാം ഈ വിംബിൾ അക്കാദമിയുടെ കീഴിൽ പ്രവർത്തിച്ചിരുന്ന അല്ലെങ്കിൽ 7 to എല്ലാ തിങ്കളാഴ്ച 7 to 8 ഉള്ള ഒരു വെബിനാർ സെഷനിലാണ് നമ്മൾ ഉള്ളത്. നമുക്കറിയാം ഈ ഒരു വെബിനാർ സെഷന്റെ ഒരു പ്രത്യേകത, ട്രെയിൻ ദ ട്രെയിനർ എന്ന കോഴ്സ് പൂർത്തീകരിച്ചവരാണ് ഇതിൽ ട്രെയിനറായിട്ട് എത്തുന്നത്. അതുപോലെ ഇന്നത്തെ ട്രെയിനറായിട്ട് എത്തിയ ബാബു സാറാണ്. അതുപോലെ തന്നെ വളരെ നല്ല രീതിയിൽ തന്നെ സമാപിച്ചു. നല്ല ഒരു ക്ലാസ്, നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയി. നമുക്ക് എല്ലാവരുടെയും, നമ്മളെ ഈ ഒരു ഗ്രൂപ്പിലെ എല്ലാവരുടെയും എന്നല്ല, നമ്മളുടെ എല്ലാവരുടെ ജീവിതത്തിലും വേണ്ട ഉപകാരപ്രദമാകുന്ന ഒരുപാട് കാര്യങ്ങളാണ് സാറ് നമ്മളോട്ട് പങ്കുവെച്ചത്. അതുപോലെ തന്നെ ഇപ്പൊ അതിലിപ്പോ സാറ് കുറച്ച് കാര്യങ്ങൾ പറയണ്ടേ തുടക്കത്തില് ഇൻട്രൊഡക്ഷനോടുകൂടി, നല്ലൊരു കൂടിയാണ് സാറ് പറഞ്ഞു തുടങ്ങി. നമ്മളുടെ ഹെൽത്ത് അല്ലെ, നമ്മളെ ഹെൽത്തിന് എക്സസൈസ് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പോ ആരും ഇപ്പോ അത് കാര്യമൊക്കെ നല്ല ജോലി തിരക്കാണ്. ഇപ്പോ സ്റ്റുഡൻസ് ആണ്, നല്ല വേഗം എണീക്കണോ, ബാഗ് എടുക്കണോ, സ്കൂളിലേക്ക് പോകണം. ഇപ്പൊ ഒരു വർക്ക് അല്ലെങ്കിൽ എംപ്ലോയി അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥനാണെങ്കിൽ വേഗം ജോലി തിരക്കായിട്ട് വേഗം പോകണം. വർക്കൗട്ടോ അല്ലെങ്കിൽ ഒരു എക്സസൈസോ ആരും ഒന്നും ഫോക്കസ് ചെയ്യാറില്ല ഇന്നത്തെ കാലത്ത്. അതുപോലെ വേറൊരു കാര്യം, ജങ്ക് ഫുഡ്. നമ്മളെ ഇപ്പോ ഏറ്റവും കൂടുതൽ വീട്ടിൽ ഉണ്ടാക്കുന്ന ഭക്ഷണത്തെക്കാൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആളുകൾ പുറത്തുനിന്നുള്ള ബേക്കറി ഐറ്റം, അതുപോലെ തന്നെ മസാല ചിക്കൻ, അതുപോലെ തന്നെ ഇതുപോലുള്ള ഷവർമ, അങ്ങനെയുള്ള ഒരുപാട് ജങ്ക് ഫുഡ്. അതിലൊക്കെ ചീസ് ഉണ്ടെങ്കിൽ നമ്മൾ എത്രത്തോളം ഹെൽത്തിനെ ബാധിക്കുന്നുണ്ട് സാറ് സൂചിപ്പിച്ചു. അതുപോലെ അടുത്തതാണ് ഉറക്കം അല്ലെ. ഇപ്പോ ഞാൻ ഉൾപ്പെടെ ഇപ്പോ ഉള്ള യുവത്വത്തിലുള്ള ആളുകളെ കുറിച്ച് പറയുമെങ്കിൽ രാത്രി ഒരു 12-1 മണിയൊക്കെ വരെയാണ് ഫോൺ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ഒരു ബ്ലൂ ലൈറ്റ് നമ്മൾ എത്രത്തോളം നമ്മളെ കണ്ണിനെ സയന്റിഫിക്കലി ബാധിക്കുന്നുണ്ടെന്നും നമുക്ക് അറിയാം. അതുപോലെ തന്നെ ഇപ്പൊ ഒരു കാപ്പി ചായ കുടിക്കണി പറയാൻ ഇപ്പൊ ഒരു ഇത്ര മണിക്കൂർ അല്ലെങ്കിൽ ഒരു അപ്രോക്സിമേറ്റ്ലി ഒരു 7 to 8 hours മുമ്പെങ്കിലും അത് ഒഴിവാക്കണം എന്നാണ്. അതും അത് നല്ല രീതിയിൽ തന്നെ സൂചിപ്പിച്ചു. അതുപോലെ ഇപ്പോഴത്തെ കാലത്ത് പറഞ്ഞാൽ ഒരു ചെറിയൊരു രോഗത്തെ പോലെ ആർക്കും പ്രതിരോധിക്കാൻ കഴിയുന്നില്ല. ഇപ്പൊ ഒരു ചെറിയൊരു പനിയാണ് നേരെ ഡോക്ടറെ കാണാം. പക്ഷെ നമ്മൾ നേരത്തെ എന്തെങ്കിലും കഴിച്ചോ അല്ലെങ്കിൽ അതൊന്നും ഒരു പ്രിക്കോഷൻ പോലും നമ്മൾ എടുക്കാതെയാണ് നമ്മള് നേരെ ഒന്നും പനി പോകണം. പക്ഷെ അത് ഇന്നത്തെ കാലത്ത് കുറച്ചും കൂടെ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പൊ എല്ലാ പനിയും നമ്മൾ ഒരുപോലെ കാണാൻ പറ്റില്ല, അത് ഒരു കാര്യമാണ്. അതുപോലെ തന്നെ സാർ എങ്ങനെ ഏൺ ചെയ്യാന്ന്, അതുപോലെ തന്നെ ഇൻകം എക്സ്പെൻസിനെ കുറിച്ച് നല്ല രീതിയിൽ തന്നെ ഉദാഹരണം പറഞ്ഞു. അതുപോലെ ഈവന്റ്, നമ്മളെ അത്യാവശ്യ കാര്യങ്ങൾ, ഗ്യാസ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അതുപോലെ തന്നെ ഇപ്പോ രോഗം വരാനുള്ള മെയിൻ കാരണം നമ്മളെ ലൈഫ് സ്റ്റൈലാണ്. നമ്മളിപ്പോ എങ്ങനെ ഉണരുന്നു തൊട്ട് എങ്ങനെ ഉറങ്ങുന്നു, എത്ര സമയം എടുക്കുന്നു, ഇതെല്ലാം നമ്മളെ ലൈഫ് സ്റ്റൈലിനെ ബാധിക്കും. ഇപ്പൊ സാറ് പറഞ്ഞപ്പോ എനിക്ക് ഗോപിനാഥ് മുതുകാട് സാറിന്റെ ഒരു കാര്യമാണ് എനിക്ക് ഓർമ്മ വന്നത്. നമ്മളെ എത്ര കാലം ജീവിച്ചാലും നമ്മളുടെ കൂടെ എപ്പോഴും ഉണ്ടാകും നമ്മളുടെ ഈ ബോഡി അല്ലെങ്കിൽ നമ്മളെ ഈ ഹെൽത്ത് മാത്രമേ ഉണ്ടാവും. നമ്മൾ ഏതൊക്കെ റിലേഷൻഷിപ്പിലാണെങ്കിൽ ആരൊക്കെ കൂടി ഉണ്ട് നമ്മൾ ഫോറവർ എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ ശരീരവും നമ്മളെ ഒരു സാറ് പറഞ്ഞ ഒരു ടൈം ആകുമ്പോൾ നമ്മൾ വിട്ടു പോകേണ്ടത് തന്നെയാണ്. അപ്പോൾ എങ്ങനെ അത് നമുക്ക് കുറച്ചു കാലം നമ്മളെല്ലാവരും ഈ ഭൂമിയിലെ ഒരു ഗസ്റ്റ് ആണ്. അതുപോലെ ഈ ഭൂമിയിൽ ഗസ്റ്റ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ പോയി എങ്ങനെ നമുക്ക് അത് നല്ല രീതിയിൽ പ്രൊട്ടക്ട് ചെയ്യാന്ന് വളരെ നല്ല രീതിയിൽ സാറ് പറഞ്ഞു തന്നു. ഓക്കെ, അതിന് നല്ലൊരു താങ്ക്സിനെ സാറിനെ അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ അതുപോലെ ട്രെയിനറായ ബാബു സാർ, അതുപോലെ തന്നെ എല്ലാം നമ്മളെ ഈ ഒരു കുറച്ച് സമയം മാറ്റിയിട്ട് നമ്മളുമായിട്ട് ഈ ഒരു സാറിന്റെ ക്ലാസ് കേൾക്കാൻ സമയം കണ്ടെത്തിയ എല്ലാവരോടും സന്തോഷം അറിയിക്കുകയും അതുപോലെ തന്നെ ഈ സെഷൻ ഇവിടെ അവസാനിപ്പിച്ചതായിട്ട് അറിയിക്കും. അതോടൊപ്പം തന്നെ ഇനി അടുത്തൊരു തിങ്കളാഴ്ച മറ്റൊരു ടോപ്പിക്കുമായി മറ്റൊരു ട്രെയിനർ ടോപ്പിക് അവതരിപ്പിക്കുന്നതാണ്. ഓക്കെ, താങ്ക് യു. Thank you so much. Thank you everyone. Thank you. Thank you, sir. Thank you.